ഹായ് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ സൈക്ലോട്രോണിൻ്റെ അല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈനറ്റിക് എനർജി അവിടെയാണ് നമ്മൾ നിർത്തിയത്. സൈക്ലോട്രോൺ വരെ എത്തിച്ചു, അതിൻ്റെ കൈനറ്റിക് എനർജീൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ ചാപ്റ്ററിന് ഫസ്റ്റ് പാർട്ട് 1 ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ എന്തായാലും അധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. യെസ്, ഒരു കണ്ടക്ടർ ഇങ്ങനെ സ്പേസിലോ എയറിലോ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന എന്തൊക്കെ ഫോഴ്സാണ്, താഴേക്ക് mg ഉണ്ടാവും, മേലേക്ക് F ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കും കൂടെ റീകളക്ട് ചെയ്യാനാണ് കേട്ടോ. ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ച്വലി ഞാനത് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പറയണം. കാരണം നിങ്ങളിപ്പം റീസെൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പാർട്ട് 1 കണ്ടിട്ടുണ്ടാവുക. ഞാൻ പാർട്ട് 1 മുമ്പേ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കും. അപ്പം എനിവേസ് നമുക്ക് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ NCERT-യിലൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പാരലൽ ടു ദി പോസിറ്റീവ് വൈ ആക്സിസ്, ഓക്കെ, ഇവിടെ നമ്മൾ വൈ എന്ന് എടുക്കുന്നത് നിങ്ങൾ ഈ ഫിഗർ കണ്ടാൽ അറിയാം, ഇത് നിങ്ങളുടെ എക്സ് ആണ്. ഓക്കെ, ഈ ഫിഗർ ഇത് നിങ്ങളുടെ Z ആണ്. കുറച്ച് എൻലാർജ് ചെയ്ത് ഞാൻ വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്തായാലും എക്സും വൈയും സെറ്റും എന്തായിരിക്കണം, മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കണം കോർഡിനേറ്റ് ആക്സിസ്. അപ്പോൾ വൈ എങ്ങോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ ആ ഒരു ഗ്രേ കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു പ്ലെയിനായിട്ട് അവരെടുത്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്ലെയിനിൽ നമുക്ക് ഒരു 3D ഇമേജ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഒരു പ്ലെയിനിൽ 3D ഇമേജ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ 3D തരത്തിൽ തോന്നുന്ന അത് പിന്നെ ഭയങ്കര ആർട്ടിസ്റ്റുകളൊക്കെ വരയ്ക്കുന്നതാണ്. പക്ഷേ നമുക്കെന്തായാലും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു ചിത്രം പോസിബിൾ അല്ല. വൈ നമുക്ക് ഉള്ളോട്ടേക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു പ്ലെയിൻ അല്ലേ. നിങ്ങൾ കാണുന്ന ഈ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു 3D ഇമേജ് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ അതിൽ ഇൻ ടു ദ പ്ലെയിൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ വരച്ചിരിക്കുന്നത്. അതൊക്കെ കോമൺ സെൻസ് ഉപയോഗിക്കുക. എക്സ് വൈ സെഡ് ആണ്, മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് ഇങ്ങോട്ടേക്കും വൈ സെഡ് മേലേക്കും ആണെങ്കിൽ ആ ഇട്ടിരിക്കുന്നത് ഉള്ളിലേക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്, ഫൈൻ. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ and the charge particle is moving along the positive x. Okay, magnetic field is parallel to the positive y axis എന്നാണ് പറഞ്ഞത്. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് അല്ലേ, വൈ ആക്സിസ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഓക്കെ, ഇവിടെ എഴുതി വെച്ചോളൂ, ഇത് ഇൻ ടു ദ പ്ലെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. റൈറ്റ്, ആൻഡ് ഇസ് മൂവിങ് അലോങ് ദ പോസിറ്റീവ്. ഓക്കെ, പിന്നെ വെലോസിറ്റി വി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീൻ്റെ ഡിറക്ഷൻ കിട്ടി. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അറിയാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷനും കിട്ടി, ദാറ്റ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡിറക്ഷൻ നമുക്ക് ഇതിന്ന് രണ്ടെന്നും കണ്ടുപിടിക്കാൻ പറ്റും നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കറണ്ട്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഫോഴ്സ്. നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ കൈ കാണുന്നുണ്ടോ? ഓക്കെ, ഈ അതായത് മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് എന്താണ്, കറണ്ടാണ്. ഞാൻ പറയാം, കറണ്ട് ഇവിടെ ഇല്ല, പക്ഷെ ഞാനൊരു പോയിന്റ് നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, പല പോയിന്റ്സ് നമുക്ക് ആവശ്യം വരും നമ്മളുടെ ഇനി അങ്ങോട്ട് ഞാൻ എടുക്കുമ്പം എന്നുള്ളത്. നിങ്ങൾ കേൾക്കുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അതായത് നിങ്ങളുടെ ടുവേർഡ്സ് നിൽക്കുന്നത് ഈ സാധനം, എന്താ ഫിംഗർ പറഞ്ഞാൽ മനസ്സിലായില്ലേ? തം ഫിംഗർ എന്ന് പറയുന്നത് ഫോഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് സെയിം ഡിറക്ഷൻ ആസ് ഇറ്റ്സ് വെലോസിറ്റി ആയിരിക്കും, അഥവാ ആസ് ഇറ്റ്സ് മോഷൻ. അതായത് അത് ഏത് ഡിറക്ഷനിലാണോ പോകുന്നത് അതേ ഡിറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഡിറക്ഷൻ. അപ്പം അതായത് ഒരു പ്രോട്ടോണിനെ സംബന്ധിച്ചിടത്തോളം കറണ്ടിൻ്റെ ഡിറക്ഷൻ എന്തായിരിക്കും? ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എക്സ് ആക്സിസിലായിരിക്കും. ഓക്കെ, പക്ഷേ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്താണെങ്കിലോ മൈനസ് എക്സ് ആക്സിസിലായിരിക്കും കറണ്ടിൻ്റെ ഡിറക്ഷൻ. ഒന്നുമില്ല, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, വെലോസിറ്റി.
വെലോസിറ്റി എക്സ് ആക്സിസിലാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതായത് എടാ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെത് കണ്ടുപിടിക്കാനുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, ഈ 2 കേസ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ സെയിം ഇസ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ. അതായത് ഇലക്ട്രോണിൻ്റെ കേസിൽ കറണ്ട് ഓഫ് ഇലക്ട്രോൺ ഇതാണോ? അല്ല സോറി, വരച്ചപ്പോൾ മാറിപ്പോയി. കറണ്ട് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ഡിറക്ഷനാണ്. അതായത് മൈനസ് എക്സ് ആക്സിസിലാണ് നിങ്ങളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പം നിങ്ങളുടെ മുന്നിലത്തത് ഒരു പ്ലെയിൻ ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളൊരു ചുമരിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്, ഒരു വാളിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അത് പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എനിക്ക്. അപ്പം നിങ്ങളെ ഞാനൊരു നിങ്ങൾ എന്നെ കാണുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സർഫസിനെ, അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നുണ്ടോ? യെസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡിറക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? എനിക്കിപ്പം ഇത് എടുത്തിട്ട് കാണിച്ചിരുന്നതും പോസിബിൾ അല്ല. ഓക്കെ ഫൈൻ. എനിവേസ്, ഇലക്ട്രോൺ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണെന്ന് വിചാരിക്കുക. വെലോസിറ്റി ഇപ്പോൾ പോകുന്നത്, അതായത് നമ്മളുടെ ഈ പറഞ്ഞ ഇലക്ട്രോൺ പോകുന്നത് ഈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ്. അത് ക്ലിയർ അല്ലേ? വെലോസിറ്റി പോകുന്നത് ഇങ്ങോട്ടേക്കാണേ, ഇങ്ങോട്ടേക്ക് ഇവിടേക്ക്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. നെക്സ്റ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഓക്കെ, ഇൻ ടു ദ പ്ലെയിൻ ഞാൻ എങ്ങോട്ടാണ് എടുക്കുന്നത്? ഇത് തന്നെ. ഞാൻ നിങ്ങളെ പ്ലെയിൻ ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾ എന്നെ കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് പ്ലെയിൻ കേട്ടോ. ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക്. നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്കല്ലേ, നിങ്ങളിപ്പോൾ കാണുമ്പോൾ റൈറ്റ് സൈഡിലേക്കല്ലേ ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. നേരെ തിരിച്ചു ഇങ്ങോട്ടേക്ക് എന്നെ പോയിന്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇൻഡെക്സ് ഫിംഗർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താടാ? ഡൗൺവേർഡ്സ് അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. എന്താണ് ലോറൻസ് ഫോഴ്സിൻ്റെ ഡിറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് വേ വുഡ് ദ ലോറൻസ് ഫോഴ്സ് ബി ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫോർ ഇലക്ട്രോൺ എന്താണ്? ഡൗൺവേർഡ്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോൺ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോട്ടോൺ ആണ്. ഇനി പ്രോട്ടോണിൻ്റെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഞാനത് റേസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യൂ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ കേസിൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് കറണ്ട് ഇസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡിറക്ഷൻ ഇത് ക്ലിയർ അല്ലേ? നിങ്ങളെൻ്റെ ഇൻഡെക്സ് ഫിംഗർ കാണുന്നില്ലേ? തം ഫിംഗർ കാണുന്നില്ലേ? ഇതെൻ്റെ തം ഫിംഗറാണ്. അത് ഈ ഡിറക്ഷനിലാണ് കേട്ടോ ഉള്ളത്, ഈ ഡിറക്ഷനിൽ, അതായത് മോഷൻ്റെ അതേ ഡിറക്ഷനിൽ. ശേഷം ഇത് ഇൻഡെക്സ് ഫിംഗർ ഇൻ ടു ദ പ്ലെയിൻ, എൻ്റെ നേർക്ക്. ഇതാണല്ലോ പ്ലെയിന്. ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ ആയിട്ട് നിങ്ങളിപ്പോൾ കാണേണ്ടത്. നിങ്ങൾ എന്നെയാണല്ലോ കാണുക. അപ്പോൾ ഇതെന്നെ പ്ലെയിൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ നോക്കിക്കേ, അപ്വേർഡ്സ് അല്ലേ? അപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ ലോറൻസ് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ അപ്വേർഡ്സും, ഇലക്ട്രോൺ ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ഡൗൺവേർഡ്സും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പോൾ എക്സാമിന് ഇതൊന്നും ചോദിച്ചൊന്നും വരില്ല. പക്ഷേ ഇങ്ങനത്തെ ഇതുണ്ടോ? അപ്പോൾ ബി ഇൻ ടു ദ പ്ലെയിൻ ആണ്, ചിലപ്പം ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ തന്നിട്ട് ചോദിക്കാം. അപ്പോൾ എക്സാം ഹാളിലിരുന്ന് ഈ സാധനം ചെയ്യുക. അത് ഏത് റൂളാണോ ചെയ്യേണ്ടത്. ഇപ്പം വിയും ബിയും ഒക്കെ ഇവിടെ തന്നതുകൊണ്ടാണ് ആ ഒരു. പിന്നെ ഈ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് അറിയണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത്, അതായത് കറണ്ടിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സെയിം ആസ് ദ വെലോസിറ്റീൻ്റെ ഡിറക്ഷൻ ആണെന്നും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആണെന്നുള്ളതും. ഓക്കെ, നിങ്ങൾ അറിയണം. അതിനാണ് ഞാനത് പോയിന്റ് ആയിട്ട് തന്നെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, അടുത്തത് നോക്കാം. എക്സ്ക്യൂസ് മൈ വോയിസ്, ചെറുതായിട്ടൊരു കോൾഡ് കിട്ടി. ഓക്കെ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ പാത്ത് ഓഫ് എൻ ഇലക്ട്രോൺ? ഇലക്ട്രോണിൻ്റെ മാസും ചാർജൊക്കെ തന്നിട്ടുണ്ട്. മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 3 × 10⁻⁷ m/s ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ +2 ഇപ്പം
ചെറിയ ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാരാമീറ്റേഴ്സ് ഒന്നും എടുത്ത് എഴുതുന്ന കാര്യം പറയാത്തത്. സ്പീഡ് തന്നിട്ടുണ്ട് 3 × 10⁻⁷. ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എല്ലാ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതുമായിരുന്നു. എന്നിട്ട് അല്ലേ അങ്ങനെ നിങ്ങളോട് എഴുതാൻ പറയുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ വലുതായില്ലേ അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് കടന്നു വന്നവനല്ലേ, ഐ മീൻ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ അവർക്കിതൊന്നും ഒരു വിഷയമായിരിക്കില്ല. അത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നെ വരാണ്ട്. ലൈക്ക് ട്രസ്റ്റ് മീ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ പ്രോപ്പർ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ, അതായത് 1ഉം 2ഉം ക്ലിയർ ആവണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരാണ്ട്, ഫിസിക്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഫാക്റ്റ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി, എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വലിയ പാടായതുകൊണ്ടല്ല, പക്ഷേ കൺസെപ്റ്റ്സിന് അത്രയും ലൈക്ക് നമ്മളുടെ ഒരു ബേസ് തന്നെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ആ 2 ചാപ്റ്ററിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്. നോക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ഇറ്റ് എന്നാണ് നമുക്ക് പറഞ്ഞത്. പെർപെൻഡിക്കുലർ ടു ഇറ്റ്, പെർപെൻഡിക്കുലർ കേസാണ്. എന്താണ്? സർക്കുലർ ആണ് പാത്ത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡും വിയും ബിയും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുന്നത്. അപ്പം സർക്കുലർ ആണ് പാത്ത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആറിൻ്റെ ഇക്വേഷൻ പറയും മക്കളെ? mv/qb. ഇതാണ് നിങ്ങളുടെ ആറിൻ്റെ ഇക്വേഷൻ. ശരി, വാട്ട് ഇറ്റ്സ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദ പാത്ത് അത് ആദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ വിചാരിച്ചു ഫ്രീക്വൻസി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ശരി, എം എന്താണ്? 9 × 10⁻⁻31. ശരി, ഇൻറ്റു ചാർജ് എന്താണ്? 1.6 × 10⁻⁻19. ഫൈൻ. ക്യൂ എന്താണ്? അല്ല, വി ആണല്ലേ, ഞാൻ തന്നെ ചാർജ് എഴുതിയേ. ശരി, വി എന്താണ്? 3 × 10⁻⁷. ക്യൂ എന്താണ്? 1.6 × 10⁻⁻19. ബി എന്താണ്? 6 × 10⁻⁻4 ടെസ്ല. റൈറ്റ്, ക്ലിയർ അല്ലേ? ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ സാധനം കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ NCERT-യിൽ ഇത് എക്സാമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ശരി, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് റേഡിയസ് ആണ് 26 സെൻറ്റിമീറ്റർ കേട്ടോ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നമുക്കിനിയും ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എടാ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് പാർട്ട് 1-ലെ പോർഷനാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം. ടി എന്ന് പറയുന്നത് നമുക്കറിയാം 2π/ω എന്നൊരു ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ω v/r ആണ്. സോ 2πr/v എന്നൊരു ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. സോ ഫ്രീക്വൻസി എന്താവും എന്ന് വെച്ചാൽ v/2πr. ഫ്രീക്വൻസി എന്തായി? v/2πr ആയി. റൈറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 6 ഇൻറ്റു അല്ല വി അല്ലേ, v3 അല്ലേ, 3 × 10⁻⁷/2 × π, 3.14 ഇൻറ്റു റേഡിയസ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? 26 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ 10⁻⁻2 ആക്കണം. റൈറ്റ് അല്ലേ? ഫൈൻ, അപ്പം അത് കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമുക്കിതിന് ഇതെന്താണത്? ഇത് ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടും 2 × 10⁻⁶ ഹേർട്സ് കിട്ടും. അതായത് 10⁻⁶ എന്താ നിങ്ങൾക്കറിയോ? മെഗയാണ്, മെഗ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 MHz എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എക്സാംസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം മെഗ 10⁻⁶ ആണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പം 2 GHz 2 MHz 2 അങ്ങനെ kHz എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നല്ലതാണ്. പക്ഷെ നിങ്ങളങ്ങനെ കുത്തിരുന്ന് പഠിക്കൊന്നും വേണ്ട. അതായത് കിലോ ഇത്, മെഗ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് മെഗ എന്താണെന്ന് മനസ്സിലായത്, അത്രേ ഉള്ളൂ. കിലോ ഞാൻ അടുത്തത് കിലോ ഇന്നലെ എന്തോ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ വരും. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ പഠിക്കാം. ഓക്കെ അല്ലേ? നോക്കാം, അടുത്തത് തീർന്നില്ല നമ്മളുടെ അല്ലേ? സാധനം തീർന്നില്ല. ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് എനർജി ഇൻ കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് ഇത്രയാന്നൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. റൈറ്റ്, നോക്കാം. എടാ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആകെ അറിയുന്നൊരു എനർജി ഇക്വേഷൻ 12mv² ആണ്. നമ്മൾ ഇന്നലെയും കൂടെ അത് ചെയ്തതാണ്. 12mv², ഹാഫ് എടുക്ക്. എം എന്താ? 9 × 10⁻⁻31 അല്ലേ? ഓക്കെ, പിന്നെ വി എന്താ? 3 × 10⁻⁷
സ്ക്വയർ അല്ലേ, അപ്പോൾ യു വിൽ ഗെറ്റ് എനർജി. ക്ലിയർ അല്ലേ? പക്ഷേ നിങ്ങൾക്കൊരു എനർജി കിട്ടും, അത് ഏകദേശം 40.5 × 10⁻⁻17 അങ്ങനെ എന്താണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട എന്താണ്, കിലോ ഇലക്ട്രോൺ വോൾട്ടിലാണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. കിലോ ഇലക്ട്രോൺ വോൾട്ടിലാണ് നിങ്ങൾക്കത് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ വോൾട്ട് അല്ലേ, അപ്പം ഇത് ജൂളിലാണടാ. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന എനർജി ഇപ്പം നിങ്ങൾ, കാരണം ഇത് ജൂളാവാൻ കാരണം എന്താണ്, ഈ എനർജിയിൽ 12 mv² ആണുള്ളത്. എനർജീൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ജൂളാണ്. അപ്പം നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന മാസ് കിലോഗ്രാമിലാണ്, അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. 3 × 10⁻⁷ m/s അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അപ്പോൾ എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലായതുകൊണ്ട് അത് കിട്ടുന്ന എനർജിയും അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാവും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇത് ജൂളിലായിരിക്കും, റൈറ്റ്. അപ്പോൾ നമുക്കതിന് ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതും ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ട്. അപ്പോൾ അതാ, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ജൂൾ ആണെന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഹിൻഡ്. അത് ഈ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്, ചിലപ്പോൾ എക്സാമിന് തന്നില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ വോൾട്ടാണ്? 1.6 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ 40.5 × 10⁻⁻17 ജൂൾ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ വോൾട്ടാണ്? ഇത് ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 വിൽ ഗിവ് യു ഇലക്ട്രോൺ വോൾട്ടിൽ. ക്ലിയർ അല്ലേ? ഓക്കെ. കാണുന്നില്ല നിങ്ങൾ, ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കില്ല, അപ്പോൾ നിങ്ങൾ കാണാത്തത് ഞാൻ അറിയുന്നില്ല കേട്ടോ, സോറി. അപ്പം ഇത് ക്ലിയർ അല്ലേ? ഫൈൻ. നമുക്ക് ഇനിയൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. സൈക്ലോട്രോൺ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സൈക്ലോട്രോൺസ് ഓക്സിലേറ്റർ ഫ്രീക്വൻസി ഈസ് 10 MHz. ഓക്കെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 10 MHz ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ആക്സിലറേറ്റിംഗ് പ്രോട്ടോൺസ് ഇഫ് ദ റേഡിയസ് തന്നിട്ടുണ്ട് 60 cm ആണ്. വാട്ട്സ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രോട്ടോൺ ബീം പ്രൊഡ്യൂസ്ഡ് ബൈ, ഓക്കെ ഫൈൻ. ഫ്രീക്വൻസിനെ ഞാൻ നല്ലൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, QB/2πm. ഇത് ഞാൻ തന്നെ പറഞ്ഞതാണ്, റൈറ്റ്. അപ്പോൾ ഇതിൽ Q അറിയാം, റേസറായിപ്പോയി. QB/2πm. ഇതിൽ Q അറിയാം 1.6 × 10⁻⁻27. B അറിയാം, അല്ലേ? B അറിയില്ല, B ആണല്ലോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും? 2πm ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി നിങ്ങൾക്ക് ന്യൂ തന്നെ വേണമെങ്കിൽ ന്യൂ തന്നെ ഇട്ട് കൊടുത്തോട്ടോ, ബൈ Q എന്ന് വരും അല്ലേ. അപ്പോൾ 2 × 3.14 × കാണുന്നില്ലേ, മാസ് എന്താണ്? പ്രോട്ടോൺ ആണ്. 1.67 × 10⁻⁻27 × ന്യൂ എന്താണ്? 10 MHz. മെഗാ പറഞ്ഞടാ, 10⁻⁶. 1.6 × 10⁻⁻19. ഫൈൻ. ഇത് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ B കിട്ടും. അത് ഏകദേശം വരുന്നത് 0.66T ആണ്. കാണുന്നില്ലേ? ഇത്രയും ടെസ്ല എന്ന് വരും. ഓക്കെ, ആൻസറൊക്കെ നിങ്ങളുടെ NCERT-യിലുണ്ട് കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രോട്ടോൺ ബീം പ്രൊഡ്യൂസ് ബൈ ദ ആക്സിലറേറ്റർ? ഇനി നിങ്ങൾക്ക് കാണേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി നിങ്ങൾക്ക് കാണാൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഇക്വേഷൻ ഏതായിരുന്നു? എനർജിയുടെ ഇക്വേഷൻ 12 mv² ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണത്. നിങ്ങൾക്ക് അതിന് ഇത് കിട്ടിയോ? എന്ത് വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണ്ടേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. ഇപ്പോൾ വെലോസിറ്റിയും ഫ്രീക്വൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ സാധനം തന്നെ. T = 2π/ω. അങ്ങനെയാണെങ്കിൽ 2πr/v. അങ്ങനെയാണെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? v/2πr. നേരെ തിരിച്ചിടുക, റെസിപ്രോക്കൽ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2πr ന്യൂ. ക്ലിയർ ആണോ? റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം, 3.78 × 10⁻⁷ എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് 2πr? എന്താണ് 60 cm. അതായത് നമ്മളിതിനെ മാറ്റുമ്പം 60 × 10⁻⁻2 എന്ന് വരും. വേണമെങ്കിൽ 0.6 എന്ന് എഴുതാം. പിന്നെ ന്യൂ എന്ന് പറയുന്നത് എന്താണ്?
ന്യൂ ന്യൂ നിങ്ങളിവിടെ കണ്ടുപിടിക്കുന്ന അല്ല, ന്യൂ എവിടെ പോയി? ദ റേഡിയസ് ഓഫ് ദ ഇതാടാ 10 മെഗാഹേർട്സ്. റിയലി സോറി, 10 മെഗാഹേർട്സ്. ഇതാ ന്യൂ അല്ലേ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ? കറക്റ്റ് അല്ലേ? റൈറ്റ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാമായി. റൈറ്റ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വി കിട്ടി. നമുക്ക് എനർജീൻ്റെ ഇക്വേഷനിൽ 12mv² ആണ്. പക്ഷെ നമുക്കതിന് വി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ വി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വി കിട്ടി അല്ലേ? ഇനി ഒന്ന് ചെയ്ത് നോക്കിക്കേ, 12mv² എങ്ങനെ വരുന്നത്? 12mv² അല്ലേ? എളുപ്പമാണ്. പക്ഷെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്താ പറഞ്ഞത്? ഇതാ മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. നേരത്തെ കിലോ ഇലക്ട്രോൺ വോൾട്ടിലായിരുന്നു തോന്നല്ലേ? ഇതാ യെസ്. അപ്പം ഇപ്പം പറഞ്ഞിരിക്കുന്നത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കണം എന്നാണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആൻഡ് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇത്രയാണ് തന്നിട്ടും ഉണ്ട് അല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഈ 12mv² ഇത് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് കിട്ടുക. ഓക്കെ, എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ. അപ്പം നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഡിവൈഡഡ് ബൈ ഇതാ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഈ 40.5 നമ്മളിത് ഡിവൈഡഡ് ബൈ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ, പക്ഷെ നിങ്ങൾക്കിത് തരുന്നത് ഒരു ഹിൻ്റായിട്ടാണ്, അത് കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ അത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അത് അതിൽ ഡൗട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ആ വാല്യൂ ചെയ്താൽ മതി. ഓക്കെ. ബയോട്ട് സവാട്ട് ലോ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ തരികയാണ്. നിങ്ങൾക്ക് ഇതാ ഏതെങ്കിലും ഒരു കണ്ടക്ടർ, ഇപ്പോൾ കണ്ടക്ടറിൻ്റെ ഷേപ്പ് ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, അതൊരു റാൻഡമായിട്ട് അവരങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു പോയിന്റിൽ, വെറും ഈ ഒരു പോയിന്റിൽ ഇത്രയും, ഇത് എൽ ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കും, ഇതിന് എൽ ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ മാത്രം ഒരു ചെറിയ ലെങ്ത്താണ് ഡി എൽ. ആ പോയിന്റിൽ നിന്ന് ഇപ്പം പുറത്തുള്ളൊരു പോയിന്റ് പി, ഈ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടുണ്ടാക്കുന്നത്? ഇത് കാരണം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഡി എൽ എന്നുള്ള ലെങ്ത്ത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിലാണ് നിങ്ങൾ ഈ ലോ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഇതാ ഈ ഡി എൽ എന്നുള്ള നമ്മൾ ലെങ്ത്ത് നിന്ന് ഇതിലേക്കൊരു ലൈൻ. ഓക്കെ, അത് ഈ ഒരു ഇതിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കും. ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിന്ന് ഇതിലേക്കുള്ള ആംഗിൾ, ഈ ടാൻജൻറ്റിൽ നിന്ന് ഈ ആക്സിസിൽ ഇത് നമ്മളുടെ ആറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഇതിലേക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആ ടാൻജൻറ്റിൽ നിന്ന് നിങ്ങളുടെ ആറിലേക്ക്, അതായത് ആ കണ്ടക്ടറിലെ ഒരു പർട്ടിക്കുലർ ചെറിയൊരു ലെങ്ത്ത് നിന്ന് ഒരു പോയിന്റിലേക്കുള്ളതാണല്ലോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ ആറായിട്ട് എടുക്കുന്നു. അപ്പം ഇവർ തമ്മിലുള്ള ആംഗിൾ ബി തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ കറണ്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവണം കേട്ടോ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഈ സ്മോൾ ഡി എൽ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഉണ്ടാവുക? സ്മോൾ മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് വിൽ ബി directly proportional to current, will be directly proportional to പിന്നെ ഏതൊക്കെയാണുള്ളത്? വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്ന് പറയാം. പിന്നെ ഡി ബി വിൽ ബി ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ എന്ന് പറയാം അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ശരി, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ വിട്ടുപോയിട്ട് ഇസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ. ആക്ച്വലി സൈൻ തീറ്റ എന്നുള്ളത് അങ്ങനെ തന്നെ കൊടുത്തിട്ടില്ല, പക്ഷേ തീറ്റയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് അത് സൈൻ ഓഫ് തീറ്റയാണെന്ന് മാത്രം. അതായത് ഇപ്പം ഞാൻ ആ ഇക്വേഷൻ, അപ്പം ഇത്രയുമാണ് അക്കോർഡിംഗ് ടു ബയോസവാർട്ട്സ് ലോ ആ ഒരു മാഗ്നിറ്റ്യൂഡ്, ഒരു സ്മോൾ മാഗ്നിറ്റ്യൂഡിനോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി എന്ന് പറയുന്നത് ഇസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഐ, ഇസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദറ്റ് ലെങ്ത്, ആ ഒരു ലെങ്ത് എലമെൻറ്റ് ഡി എൽ, ആൻഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് ആ ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെയും മാറ്റി എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ എന്നുള്ള നമ്മൾ ആ കറണ്ട് എലമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചതാണ് മുമ്പ്, നമ്മൾ കറണ്ടിൻ്റെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഐ ഡി എൽ ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നത് അവിടെയാണ്. അത് ക്രോസ്
ആർ, അത് ക്രോസ് ആർ. ഈ ക്രോസ് പ്രൊഡക്റ്റ് അവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ സൈൻ തീറ്റ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ന്യൂമറേറ്ററിലാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് ഞാൻ എഴുതിക്കോട്ടെ. കാരണം എന്താ, എടാ നമ്മളുടെ ലോ പ്രകാരം ദാറ്റ് ഈസ് ഓൺലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് നമ്മളുടെ ലോ ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ലോ ഇതാണ്, ഡി ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ താഴെ ആർ ക്യൂബ് എന്ന് ഞാൻ എഴുതാൻ കാരണം എന്താടാ, മേലെ ഒരു ആറില്ലേ. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു ക്രോസ് എന്നുള്ള ഞാനിപ്പോൾ മേലെ എഴുതിയ സാധനം അത് നിങ്ങളൊന്ന് എഴുതിയാൽ ക്രോസ് പ്രൊഡക്റ്റ് ആക്കി എടുത്താൽ ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ആർ ക്യൂബ് എന്ന് വന്നു. അപ്പോൾ ഈ ആറും ആർ ക്യൂബും ക്യാൻസൽ ചെയ്താൽ ആർ സ്ക്വയർ ആയി. അപ്പോൾ നമ്മളുടെ ലോയിലേക്ക് നമ്മൾ എത്തി അല്ലേ. ലോ ഒരിക്കലും പറയുന്നില്ല ക്രോസ് പ്രൊഡക്റ്റ് അതിനകത്ത് ഇൻവോൾവ് ആണ്. നമ്മളതിനെ അങ്ങനെ ആക്കി എടുക്കുന്നത് ഓൾസോ ടു ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡി ബി. ആ ഡി ബിൻ്റെ ഡയറക്ഷൻ കിട്ടാനാണ്. കാരണം നമുക്കറിയോന്ന് എനിക്കറിയില്ല, സൈൻ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിറക്ഷൻ തരും എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഐ ഡി എൽ ക്രോസ് ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഡി എൽ ക്രോസ് ആർ എന്ന് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കതിൻ്റെ ഡിറക്ഷൻ ഓഫ് ബി കിട്ടും എന്നുള്ളതാണ്. ബീൻ്റെ ഡിറക്ഷൻ കിട്ടും എന്നുള്ളതാണ്. നോക്കാം. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ. ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് μ0/4π ആണ് കേട്ടോ. μ0/4π. ശരി, ഐ ഡി എൽ ആർ സൈൻ തീറ്റ ബൈ ആർ ക്യൂബ് എന്ന് ഞാൻ എഴുതിയാൽ ഇതും ക്യാൻസൽ ചെയ്ത് ആർ സ്ക്വയർ ആവും. അങ്ങനെ നമ്മളുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഡി ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ബി ആണ് കേട്ടോ. ഇസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. കാണുന്നില്ലേ അല്ലേ? അപ്പം ഈ ഒരു ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇതെപ്പോഴാണ് നിങ്ങൾക്കൊരു കറണ്ട് തന്നു, പക്ഷേ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ തന്നു. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് പക്ഷേ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. അതായത് ഈ ലെങ്ത് ഓഫ് കണ്ടക്ടറിൽ നമ്മളെടുക്കുന്ന ഡി എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് കണ്ടക്ടറില്ലേ, ദാറ്റ് മസ്റ്റ് ബി വെരി മച്ച് ലെസ് ദാൻ ആർ. ഡിസ്റ്റൻസ് അത്രയും കൂടുതലായിരിക്കണം. കാരണം ഇപ്പോൾ ഒരു ലെങ്ത് ഓഫ് കണ്ടക്ടർ ഒരു 5 സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് ഒരു 2 മീറ്ററോ 3 മീറ്ററോ എങ്കിലും ഉണ്ടായിരിക്കണം. അത്രയും ഒരു ഡിഫറൻസ് വേണം. ഓക്കെ, ഡി എൽ എന്ന് പറയുന്നത് മസ്റ്റ് ബി വെരി മച്ച് ലെസ് ദാൻ ആർ. ആർ എന്ന് പറയുന്നതാണ് ഈ ലെങ്ത്, ആ പോയിന്റ് ഡി എൽ എന്നുള്ള ആ പോയിന്റ് അല്ലെങ്കിൽ ആ കണ്ടക്ടറിന് ആ ഏത് പോയിന്റിലേക്ക്, പോയിന്റ് പി വെയർ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ആ ഡിസ്റ്റൻസ് ആണ് ആർ. ഇതാണ് ആർ. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ലോ യൂഷ്വലി അപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യൂസിങ് ബയോ-സവാർട്ട്സ് ലോ സോൾവ് ഇറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ തരും. ഇല്ലാതുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ അപ്ലൈങ് ആണോ നിങ്ങൾ നോക്കണം. റൈറ്റ്. അപ്പം ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അത് ക്ലിയർ അല്ലേ? ശരി, ഇവിടെ ഒരു μ0/4π എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. μ0/4π വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്ന് പറയുന്നത് 10⁻⁻⁷ ആണ് കേട്ടോ. μ0/4π വാല്യൂ എന്താണ്? 10⁻⁻⁷. അപ്പം μ0ൻ്റെ വാല്യൂ എന്താണ്? 4π × 10⁻⁻⁷. ക്ലിയർ അല്ലേ? എന്താണ് ഈ μ0 എന്ന് പറയുന്നത്? പെർമിയബിലിറ്റി ആണ്. ഇറ്റ് ഇസ് ദി എബിലിറ്റി ഓഫ് ദിസ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മീഡിയം. അതായത് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡിന് ഇപ്പോൾ അതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം പാസ് ചെയ്യാം, അതായത് അതിൻ്റെ എബിലിറ്റി, അതിനെയാണ് നമ്മൾ ഈ μ0 എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 4π × 10⁻⁷. ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞൊരു കേസ് തന്നെ, ഒരു 2 കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ചെറിയ കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് 5 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് വിചാരിക്കുക. റൈറ്റ്, ഒരു ചെറിയ കണ്ടക്ടർ, അത് 5 സെൻറ്റിമീറ്റർ ഉള്ളൂ. ആൻഡ് ഈ ഒരു പോയിന്റിൽ, ഒരു എ എന്നുള്ള പോയിന്റ്, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതൊരു 2 ആംപിയർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ എ എന്നുള്ള പോയിന്റിലെ ഡിസ്റ്റൻസ് ഇല്ല, ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അതൊരു 2 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ എന്ന് കാണാൻ പറഞ്ഞാൽ എങ്ങനെയൊന്ന് കാണും? നിങ്ങളൊന്ന് സ്വയം കാണൂ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 4π വേണ്ടല്ലോ, μ0/4π ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 10⁻⁻⁷ ആണ് μ0/4π വാല്യൂ. ഇൻറ്റു കറണ്ട് എന്താണ്? 2.
ഇൻറ്റു ഡി എൽ എന്താണ് ആ സ്മോൾ 5 ഇൻറ്റു 10⁻⁻⁷ ആൻഡ് ഇവിടുത്തെ സൈൻ തീറ്റ എന്താണ്? സ്ഥലമില്ലാത്ത പ്രശ്നമുണ്ടോ? കാണുന്നില്ലാത്ത പ്രശ്നമുണ്ടോ? റൈറ്റ്. അപ്പോൾ ഡി ബിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. ഡി ബി എന്ന് പറയുമ്പോൾ 10⁻⁷ ഇൻറ്റു 2 ആംപിയർ ആണ്. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ 5 ഇൻറ്റു 10⁻⁻² ഇൻറ്റു സൈൻ്റെ വാല്യൂ പറഞ്ഞേ. എടാ ഡി എല്ലും ആറിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ ഡി എൽ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഡി എൽ. ആർ ഇതാണ് അല്ലേ? അപ്പോൾ ഡി എൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, ആർ ഇങ്ങനെയാണ് കിടക്കുന്നത്. ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ സൈൻ 90 ഡിഗ്രി ബൈ ആർ സ്ക്വയർ. ആർ എന്താണ്? 2 മീറ്റർ ആണ്. അപ്പോൾ 2 സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ആൻസർ കേട്ടോ. ക്ലിയർ അല്ലേ? ഏകദേശം 2.5 അങ്ങനെ വരും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.5 ഇൻറ്റു 10⁻⁻9 എന്ന് വരും അല്ലേ ഡി ബി. ശരി. അപ്പം ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി, എന്തൊക്കെയാണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇതുണ്ടെങ്കിൽ ആ സ്മോൾ ഒരു ഡി എൽ എന്നുള്ള ഒരു ലെങ്ത്തിൽ നിന്ന് ഈ ഒരു പോയിൻറ്റ് പുറത്തുള്ളൊരു പോയിൻറ്റ് എയോ പിയോ ആ ഡിസ്റ്റൻസ് 6, പിന്നെ അവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇതിനോടൊക്കെ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, ഇതിലൂടെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? മ്യൂസിറോടെ പോയി നിങ്ങൾ കോൺസ്റ്റൻ്റ് ആദ്യം എഴുതുക എപ്പോഴും അല്ലേ, പിന്നെ അത് വിട്ടുപോയാലോ. അപ്പം ആദ്യം μ0/4π പിന്നെ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 4 പോയിൻറ്റ്സ് എങ്ങാനും ഉണ്ട് അല്ലേ? ശരി. ഇവിടെ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 4 ഇത് 3 ഇത് 4. ശരി. ഇവിടെ തന്നിരിക്കുന്ന ഈ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ബയോട്ട്-സവാർട്ട്സ് ലോയും ഇലക്ട്രോസ്റ്റാറ്റിക് ലോയൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ ബന്ധം എന്തൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡില്ലേ, അതുപോലെ അതിലെ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ബയോട്ട്-സവാർട്ട്സ് ലോ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ആൻഡ് കൂളംസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ കൂളംസ് ലോ ആണ്. അപ്പോൾ കൂളംസ് ലോയും ബയോട്ട്-സവാർട്ട്സ് ലോയും തമ്മിൽ എന്തൊക്കെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ടോ? നമുക്കിതൊന്ന് വായിക്കാം. നിങ്ങളുടെ NCERTൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് ആണ്. സോ അത് ഞാൻ അതുപോലെ എടുത്ത് ഇവിടെ വെച്ചാണ് ഒന്ന് ഓടിച്ചു പോവാം, അത്രേ ഉള്ളൂ. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് അങ്ങനെ ചോദിക്കാറില്ല. റൈറ്റ്. ബോത്ത് ആർ ലോങ് റേഞ്ച് സിൻസ് ബോത്ത് ഡിപ്പെൻഡ് ഇൻവേഴ്സ്ലി. രണ്ടും ലോങ് റേഞ്ച് ആണ്. രണ്ടും നമുക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് എത്തിയാണോ നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിലും കാണുന്നത്? അല്ല, നമ്മൾ വലിയ ഡിസ്റ്റൻസിൽ വരെ കാണുന്നുണ്ട് അല്ലേ? നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡൊക്കെ കാണാം. റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് വരെ നമുക്ക് അവിടെ ആ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സിൻസ് ബോത്ത് ഡിപ്പെൻഡ് ഇൻവേഴ്സ്ലി ഓൺ ദ സ്ക്വയർ ഓഫ്. ശരിയാണ്. നമ്മളുടെ കൂളംസ് ലോയിൽ റൂളും F = K × Q1 Q2 / R സ്ക്വയർ ആണ്. ഇവിടെയാണെങ്കിലും ബയോട്ട്-സവാർട്ട്സ് ലോയിൽ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? μ0/4π × IDL സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടും ഇൻവേഴ്സ്ലി ഇതൊരു സിമിലാരിറ്റി ആണെന്നാണ് പറയുന്നത്. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ് ടു ദ പോയിന്റ് ഓഫ് ദ ഇൻട്രസ്റ്റ്. പിന്നെ ഇത് രണ്ടും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ അപ്ലൈ ചെയ്യും എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ അപ്ലൈസ് ടു ബോത്ത് ഫീൽഡ്സ്. In this connection, note that the magnetic field is linear in the source IDL, just as the electrostatic field is linear in its source, the electric charge. റൈറ്റ്. അപ്പം സൂപ്പർപൊസിഷൻ റൂൾ ഇവിടെ രണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. സൂപ്പർപൊസിഷൻ റൂൾ എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ ഇവിടെ ഒരു ചാർജ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് P എന്നുള്ളൊരു പോയിന്റ്, പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ ഈ പോയിന്റ് Pയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ സമ്മേഷനാണ് ആ പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് സൂപ്പർപൊസിഷൻ. അപ്പോൾ അത് രണ്ടും ഒബേ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്കെയിലാർ സോഴ്സ്, നെയിംലി ദി ഇലക്ട്രിക് ചാർജ്. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വെക്റ്റർ സോഴ്സ്. ഓക്കെ. ഈ IDL എന്ന് പറയുന്നത് ഒരു വെക്ടറാണ് കേട്ടോ, ഒരു കറണ്ട് എലമെൻ്റ് ഒരു വെക്ടറാണ് വിച്ച് ഇസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് കറണ്ട്. അപ്പം DLൻ്റെ ഡിറക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കറണ്ടിൻ്റെ ഡിറക്ഷനാണ് IDLൻ്റെ ഡിറക്ഷൻ. ഓർത്ത് വയ്ക്കുക, മനസ്സിലായോ? DLൻ്റെ ഡിറക്ഷൻ അല്ല,
ഡി എല്ലിൻ്റെ ഡിറക്ഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഐ ഡി എൽ എന്ന് പറയുന്നത് കറണ്ട് എലമെൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഡിഫറൻസ് ആണല്ലേ പറയുന്നത്. ശരി, അപ്പോൾ കറണ്ട് എലമെൻ്റ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് കറണ്ട്. റൈറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് അലോങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ഫീൽഡ് പോയിന്റ്. അതിനെ നമ്മളൊരു ഫോഴ്സ്, ഒരു തരം ഫോഴ്സ് എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ വിളിച്ചത് സെൻട്രൽ ഫോഴ്സ് എന്നാണ്. അല്ലാതെ അലോങ് ദി ആക്സിസ്, ആ ചാർജും ആ ഏതൊക്കെ ആ ഒരു ആക്സിസിലാണോ ഈ ചാർജും ഈ കാര്യങ്ങളൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത്, ആ ഒരു ആക്സിസ് തന്നെയാണ് ആ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഇപ്പോൾ രണ്ട് ചാർജ് ഒരു ആക്സിസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്സിസ്, ഇതൊരു ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇവിടെയും ഈ അറ്റത്തും അറ്റത്ത്, ഓക്കെ, 2 ends, അവിടെ രണ്ട് സ്ഥലത്തും ഒരു 2 ചാർജ് ഉണ്ടെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണോ? അല്ല, ഇതേ ആക്സിസ് തന്നെയായിരിക്കും. അത് ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും, റിപ്പൽഷൻ, അല്ലെങ്കിൽ ഇതിനെ അട്രാക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അതേ ആക്സിസിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റൈറ്റ്. അതിന് നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്നൊരു ടേമും പറഞ്ഞിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ കണ്ടെയ്നിങ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആർ ആൻഡ് കറണ്ട് എലമെൻറ്റ് ഐഡിയൽ. അതായത് ക്രോസ് പ്രൊഡക്റ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഐഡിയലിനും ആറിനും ആ ഏത് പ്ലെയിനാണോ ഉള്ളത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന് ഡിറക്ഷൻ ഉണ്ടാവുക. നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്തായാലും മനസ്സിലാക്കുക, ഐഡിയൽ എന്ന് പറയുന്ന ആ ഒരു കറണ്ട് എലമെൻറ്റും ആറിൻ്റെയും ഏതിലാണോ അവരുടെ പ്ലെയിൻ കിടക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് ഇപ്പം ഐഡിയൽ ഇപ്പം എന്താ പറയുക, എക്സ് ആക്സിസിലാണ് കിടക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഐ ക്യാപ്പിലാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഐഡിയൽ ഇപ്പോൾ ഒരു ഐ ക്യാപ്പിലാണെന്ന് വിചാരിക്കുക. അതുപോലെ ആർ ഇപ്പോൾ ഒരു ജെ ക്യാപ്പിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ ക്രോസ് ജെ എന്നായില്ലേ? അപ്പോൾ അതെന്താണ്? നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഐ ക്രോസ് ജെ എന്നായില്ലേ? അത് കെ ക്യാപ്പ് അല്ലേ? അപ്പോൾ കെ ക്യാപ്പ് എന്ന് പറയുന്ന ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ അല്ലേ? ശരി, ഇത്രേ പറഞ്ഞുള്ളൂ അവിടെ. ഓക്കെ. There is an angle dependence in the Biot-Savart law which is not present in the electrostatic case. അതും ശരിയാണ്. അതായത് ഇപ്പോൾ ഇതൊക്കെ ഡിഫറൻസസ് ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തേത് മാത്രമേ ഒരു ഡിപ്പെൻഡൻസി സെയിം പറഞ്ഞിട്ടുള്ളൂ. രണ്ടും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇതാണെന്നും രണ്ടും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആ ഒരു അത് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞതുമാണ് സിമിലാരിറ്റീസ് പോലെ പറഞ്ഞത്. ബാക്കിയൊക്കെ ഡിഫറൻസസ് ആണ് പറയുന്നത്. ദർ ഇസ് എൻ ആംഗിൾ ഡിപ്പെൻഡൻസ് ഇൻ ദ ബയോസവാർട്ട്സ് ലോ. യെസ്, സൈൻ തീറ്റയ്ക്കും നമ്മളുടെ ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ്, ശരി, പെട്ടെന്നൊരു വയ്യായ്മ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് നാലാമത്തെ ടോപ്പിക്കിലാണ്, 4ാമത്തെ പോയിന്റിലാണ്. ദർ ഇസ് എൻ ആംഗിൾ ഡിപ്പെൻഡൻസ്. എന്താണെന്ന് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് നോക്കാം. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ, the dash line is 0 along this line. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് സൈൻ തീറ്റ, അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് എടാ, നിങ്ങളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയൊരു കണ്ടക്ടർ, ആൻഡ് ഇത് ഡി എൽ, ആൻഡ് നിങ്ങളുടെ ആർ ഉള്ളത് ഇവിടെ തന്നെ. അപ്പോൾ ഡി എല്ലും ആറും സെയിം ഡിറക്ഷനായി. കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല. ഡി എല്ലും ആറും സെയിം ഡിറക്ഷൻ ആകുമ്പോൾ ഈ നമ്മളുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള എന്താവും? ഐ ഡി എൽ ആർ സൈൻ 0 എന്നാവും. കറക്റ്റ് അല്ലേ? ശരി, അപ്പോൾ സൈൻ 0 ആണ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഡി എൽ, ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഈ പോയിന്റ്. ഈ പോയിന്റ് ഡി എൽ എന്നുള്ള കണ്ടക്ട് വെച്ച്, അതായത് ഡി എല്ലിൻ്റെ അതേ ഡിറക്ഷനിലാണെങ്കിൽ എന്തായി? ഐഡിയൽ, അതായത് കറണ്ട് എലമെൻറ്റ് കേട്ടോ, വെറുതെ ഡി എൽ എന്ന് പറയണ്ട. ആ കറണ്ട് എലമെൻറ്റിൻ്റെ അപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഐ ഡി എല്ലിൻ്റെ അതേ ഡിറക്ഷനിൽ വരുമ്പം സൈൻ 0 ആയി, തീറ്റ 0 ആയപ്പോൾ സൈൻ 0 ആയി. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്നു എന്നാണ് അവിടെ ആ പോയിന്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ശരി, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുന്നേ നിങ്ങളുടെ NCERTൻ്റെ അകത്തുള്ളൊരു സാധനം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒരു കാര്യം പറഞ്ഞുതരാം. μ0 ഇൻറ്റു എപ്സിലോൺ, അതൊരു മേ ബി അവർ ബയോസവാർട്ട്സ് ലോയും അതുപോലെ തന്നെ എന്താ പറയുക കൂളംസ് ലോയും ൻ്റെയും സിമിലാരിറ്റീസും
അല്ല വ്യത്യാസങ്ങളൊക്കെ അവിടെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അവരവിടെ കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കറിയില്ല. എന്തായാലും ഒരു നോട്ട് പോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. ഇത് നമുക്ക് പക്ഷേ ആവശ്യമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഐ ഗെസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലാണോ, ഇൻഡക്ഷനിലല്ല, വേവ്സ് തന്നെ. അപ്പം അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വരുന്നുണ്ട്, വേവ്സ്. അതിലാണ് നിങ്ങൾക്ക് ഈ ഒരു ആവശ്യമുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. μ0 ε0 ഇത് രണ്ടും ഇപ്പം നിങ്ങൾ പഠിച്ചതാണ്. μ0 നിങ്ങൾക്ക് വന്നത് ബയോ-സവാർട്ട്സ് ലോയിലും ε0 നിങ്ങൾക്ക് വന്നത് കൂളംബ്സ് ലോയിലുമാണ്. ഇപ്പം ഞാനിതിനെ ഒരു കാര്യം ചെയ്യാണ്. നമ്മൾ കൂളംബ്സ് ലോ എന്താണ് പറയുന്നത്, 1/4πε0 എന്നല്ലേ പറഞ്ഞത്. ശരി, അപ്പം ഞാനതിനെ അങ്ങനെ ആക്കുകയാണ്. 4π ഞാൻ മേലെയും 4π ഞാൻ താഴെയും കൊടുത്തു. കറക്റ്റ് അല്ലേ? ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കണ്ട, ന്യൂമറേറ്റർ ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് വെയിറ്റ് ഞാൻ ക്ലിയർ ആക്കി തരാം. 4πε0 അല്ലേ? ഇത് നിങ്ങൾ എവിടെ പഠിച്ചതാ? 4πε0 നിങ്ങൾ എവിടെ പഠിച്ചതാണ്? നിങ്ങളുടെ കൂളംബ്സ് ലോയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ പഠിച്ചത്, ഇവിടുത്തെ നിങ്ങളുടെ കോൺസ്റ്റൻ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ കോൺസ്റ്റൻ്റ് എന്താണ്? μ0/4π അല്ലേ? μ0/4π. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങളുടെ ഈ ഇക്വേഷൻ ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് എഴുതി, പക്ഷെ മേലെയും താഴെയും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാനൊരു 4π കൊടുത്തു. അപ്പോൾ അത് അഗെയിൻ ക്യാൻസലായി പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം 4πε0 എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ? 1/9 × 10⁹ ആൻഡ് μ0/4π എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ, 10⁻⁻7 ആണ് അല്ലേ? 10⁻⁻7. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എഴുതാം ആസ്, ആ 10⁻7 നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇതിനെ 3 × 10⁻7 എന്താവും? താഴേക്ക് വരുമ്പം 16 ആവും. അതെ, 10⁻16 ആവും ടോട്ടൽ. അപ്പോൾ 10⁻16 എന്ന് പറയുന്നത് 9 × 10⁻16 അല്ലേ? 9 × 10⁻16 നിങ്ങൾക്ക് സ്ക്വയറായിട്ട് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. എങ്ങനെ? 3 × 10⁻4 അല്ല, 3 × 10⁻4 അല്ല, 3 × 10⁻8⁻2 ഇങ്ങനെ എഴുതാം. ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതിയിരുന്നു കേട്ടോ. അപ്പം ഒന്നുമില്ല, ഈ 10⁻7 ഇല്ലേ മേലുള്ളത്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ × 10⁻16 ആവും. അത് ക്ലിയർ അല്ലേ? 10⁻16 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, 3 × 10⁻8 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതും കൂടെ മൾട്ടിപ്ലൈ ആവുകയാണ് കേട്ടോ ചെയ്യുക. അതായത് 10⁻ab എന്ന് പറയുന്നത് 10⁻a × b ആണ്, അല്ലാതെ a² ഇങ്ങനെയല്ല. അതായത് 8 സ്ക്വയർ എന്നൊന്നും വരില്ല കേട്ടോ. ഇതിങ്ങനെയാണ്, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. 10⁻a ഹോൾ ബ്രാക്കറ്റ് എടുത്തിട്ട് (b) എന്ന് വന്നു കഴിഞ്ഞാൽ 10⁻a × b എന്നാണ് വരിക കേട്ടോ. അല്ലാതെ 8 സ്ക്വയർ എന്നല്ല വരിക, 8 × 2 16. അപ്പം നിങ്ങൾക്ക് ഇനി ഇങ്ങനെ എഴുതാം. ഈ 3 × 10⁻8 എന്താണ്? c അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ എഴുതാം? 1/c² എന്നല്ലേ ഇത്? അപ്പം അതാണ് അവിടെ പറഞ്ഞ സൂത്രം. മനസ്സിലായില്ലേ? ഒരു എങ്ങനെയാണ് ഓരോരോ ഇക്വേഷൻസും ഓരോരോ പ്രോബ്ലംസ് ഇക്വേഷൻസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷെ ഒക്കെ എളുപ്പമല്ലേ നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പം. അങ്ങനെയാണെങ്കിൽ 1/c² എന്ന് പറയുന്നത് എന്താണ്? μ0ε0. ഇതെന്ന് തുടങ്ങിയത് നമ്മൾ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അതായത് വേണമെങ്കിൽ c എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാം 1/√μ0ε0. എന്താ വെച്ചാൽ അങ്ങനെ. ക്ലിയർ അല്ലേ? അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ആവശ്യം ഉണ്ടാവും. വേറെ ചാപ്റ്ററിലാണ് എന്നാലും അല്ലേ? അപ്പം ഞാനിനി ഇത് വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇപ്പം ഉണ്ടല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആൻ എലമെൻറ്റ് Δl = Δxi. അതായത് Δl ഉള്ളത് Δx-ലാണെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ആ Δx, എക്സ് ഡിറക്ഷൻ ഇതാണ്. At the origin and carries a current I = 10 ampere. Okay. What is the magnetic field? And Δl എന്ന് പറയുന്നത് Δx ആണെന്നാണ് തന്നത്, I cap.
പക്ഷേ ഈ ഡെൽറ്റ എക്സ് എന്താണെന്ന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡെൽറ്റ എൽ എന്താണ്? 10⁻⁻² മീറ്റർ. 10⁻² മീറ്റർ എന്ന് വന്നു. ശരി, പിന്നെന്താ പറയുന്നത് വെച്ചാൽ വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ വൈ ആക്സിസ്? ഇതാ ഈ പോയിന്റിൽ പോയിന്റ് പി ആണിത്. പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചത്. അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 0.5 ഇതെന്താണ്? 0.01 ആണ്. 01 മീറ്ററും എന്ത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ആൻഡ് യുവർ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൽറ്റ എല്ലിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണത് 0.5 മീറ്റർ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാണാം അല്ലേ? ഡി ബി എങ്ങനെയാണ് കാണുക? μ0/4π ദാറ്റ് ഇസ് 10⁻⁻⁷ ഇൻറ്റു ഐ ഡി എൽ. ഐ എന്താന്ന് തന്നിട്ടുണ്ടോ? യെസ്, 10 ആംപിയർ. ഡി എൽ തന്നിട്ടുണ്ടോ? യെസ്, 0.01. യെസ്, ഇൻറ്റു ആറ് തന്നിട്ടുണ്ട് 0.5. സോറി, നമുക്കിവിടെ ആർ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ സൈൻ തീറ്റയാണ് നമുക്കിവിടെ വേണം. കാരണം ഐ എടുത്തു, ഡി എൽ എടുത്തു, സൈൻ തീറ്റ. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാടാ? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ സൈൻ 90 ബൈ കാണുന്നില്ലേ? യെസ്, ആർ സ്ക്വയർ എന്താണ്? 0.5 ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, എന്ത് വരും എന്ന് നോക്ക്. 10⁻⁻7 ഇൻറ്റു 10 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 0.5 മീറ്റർ ആണ്. അപ്പം 0.25 എന്ന് വരും അല്ലേ? അപ്പം ഇത് മേലെ ഉള്ളത് 10⁻⁻9 ഇൻറ്റു 10⁻10 ഇസ് 10⁻8 അഥവാ 10⁻⁻8 ഡിവൈഡഡ് ബൈ 0.25 എന്ന് വന്നു. അത് വേണമെങ്കിൽ ഞാൻ 25 എന്നാക്കട്ടെ. എനിക്കത് 25 എന്നാക്കാം. എപ്പം എന്നറിയോ? 10⁻⁻8/25 ഇൻറ്റു 10⁻⁻² ആകുമ്പോഴാണ് അത് 0.25. ഇങ്ങനെ മാറ്റിയാൽ രണ്ടും സെയിം അല്ലേ? 25 ഇൻറ്റു 10⁻² എന്ന് പറയുന്നത് ഈക്വൽ ടു 0.25 റൈറ്റ്? യെസ്. പക്ഷേ നിങ്ങൾ താഴെ 10⁻⁻² കൊടുത്തോണ്ട് തന്നെ നിങ്ങൾ മേലെയും താഴെ ആക്ച്വലി നിങ്ങൾ താഴെ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുന്നു എന്നേ ഉള്ളൂ അല്ലേ? ശരി. അപ്പോൾ അത് ഏകദേശം ഇൻറ്റു 100 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 4 എന്ന് വരും. 4 എന്ന് പറയുമ്പം അതെങ്ങനെയാണ് 4 വരുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരുണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് MCQs ഒക്കെ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുതരാം. 10⁻⁻8 ഇതൊക്കെ ഒന്ന് മായ്ക്കാം അല്ലേ? നമുക്ക് ഒരു ഫ്രഷ്നെസ് തോന്നിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ നമുക്ക് ഇതാക്കാം, ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ. ഓക്കെ, 10⁻⁻8 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 10⁻⁻². 25 ഇൻറ്റു 10⁻² ആണ് 0.25. അപ്പോൾ നമ്മളതങ്ങനെ എഴുതി. ശരി, ഇനി നമ്മൾ താഴെയും മേലെയും 10⁻² ഇട്ട് കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ 100 ആണിതല്ലേ? 10⁻² എന്ന് പറഞ്ഞാൽ 100 അല്ലേ? 100 ഡിവൈഡഡ് ബൈ 25 എന്താണ്? 4 ടൈംസ്. അതായത് 4 ഇൻറ്റു 25 100 ആണ്. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് പിന്നെ താഴെ 10⁻⁻²ഉം താഴെ ഒരു 10⁻²ഉം ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായി? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. 10⁻⁻²ഉം 10⁻²ഉം കൂടെ. അപ്പോൾ ആൻസർ വന്നു 4 ഇൻറ്റു 10⁻⁻8 ടെസ്ല. ബി ആണ്, ടെസ്ലയിൽ വരും. ഇനി നിങ്ങളടുത്ത് നമുക്ക് ഇവിടെ എല്ലാത്തിനും ഡിറക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ ഡെൽറ്റ ഐലൻഡ് ഡിറക്ഷൻ തന്നിട്ടുണ്ട്, നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിന് ഡിറക്ഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ല. പോയിന്റ്, അതായത് വൈ ആക്സിസിലുള്ളത് പോയിന്റ് ആണെന്നാണ് പറയുന്നത്. പോയിന്റ് പി ഉള്ളത് വൈ ആക്സിസിലാണ്. അതായത് ഡിസ്റ്റൻസ് ആർ ഉള്ളത് വൈ ആക്സിസിലേക്കാണ്. ദ ഡിസ്റ്റൻസ് ആർ അത് വൈ ആക്സിസിലേക്ക്. ഇത് ഡെൽറ്റ എൽ, അത് എക്സ് ആക്സിസിൽ. സോ ഡെൽറ്റ എൽ ക്രോസ് ഐ ഡി എൽ ഡെൽറ്റ എൽ ക്രോസ് ആർ ആണ് നമ്മളുടെ പ്രോബ്ലം. അപ്പോൾ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ എല്ലിൻ്റെ ഡിറക്ഷൻ എന്താണ്? ഐ അല്ലേ? ഐ ക്രോസ് ആറിൻ്റെ ഡിറക്ഷൻ എന്താണ്? ജെ അല്ലേ? വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ജെ ക്യാപ്പാണ്.
എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്. സോ ഐ ക്രോസ് ജെ ഈസ് കെ ക്യാപ്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം നിങ്ങൾ +1 കഴിഞ്ഞ് വന്ന കുട്ടികളായതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ലെങ്കിൽ ഓക്കെ പറഞ്ഞുതരാം. ഐ ഇങ്ങനെ എഴുതുക, ജെ ഇങ്ങനെ എഴുതുക, കെ ഇങ്ങനെ എഴുതുക. ഇതാണ് ഓർഡർ. ഇതിങ്ങനെ ഇതെന്താ സാധനം മനസ്സിലായില്ലേ? ആരോ ആണ് കേട്ടോ, ഞാൻ വരയ്ക്കാൻ കുറച്ച് മോശമാണ്. ഇങ്ങനെ 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 ക്ലിയർ അല്ലേ? ഇനി അത് വേണമെങ്കിൽ വേറെ കളറാക്കണോ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിങ്ങോട്ടേക്ക് ഇതിങ്ങോട്ടേക്ക്. അപ്പോൾ ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ +1 ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പറയലുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ പറയാണ്. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് ഐ ഇങ്ങോട്ടേക്കല്ലേ, ഇതല്ലേ ഓർഡർ. അതാണ് ആരോ മാർക്ക്, ശ്രദ്ധിക്കണം. അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് ആരോയ്ക്ക്. അപ്പോൾ ഐ ക്രോസ് ജെ താഴേക്കാണ്. നമ്മൾ ഓർഡർ ഇതായിരിക്കണം. ഓർഡർ ആ ആരോൻ്റെ അതേ ഓർഡർ ആയിരിക്കണം. ഐ ക്രോസ് ജെ വരുന്നത് കെ ക്യാപ് എന്നാണ് അല്ലേ? ഐയും ജെയും കഴിഞ്ഞാൽ പിന്നെ കെ ക്യാപ്പ് അല്ലേ ഉള്ളൂ. ശരി, അടുത്തത് ജെ ക്രോസ് കെ. ഇതാണെങ്കിൽ എന്താണ്? പിന്നെ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ജെ ക്രോസ് കെ ക്യാപ്പ് എന്ന് പറയുന്നത് ഐ ക്യാപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ഇത് രണ്ടും കൂടെ വന്നാലോ? കെ ക്രോസ് ഐ ക്യാപ്പ് എന്ന് വന്നാൽ അത് ജെ ക്യാപ്പ്. ഇനിയാണ് നമ്മളുടെ ട്വിസ്റ്റ്. ഇത് അറിയുന്നവർക്ക് ഇതൊക്കെ എന്തെന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക, അത് വേറെ കാര്യം. ശരി, ഇപ്പം ഞാൻ ഐ ക്രോസ് ജെ എന്ന് എടുത്തില്ലേ, അതിന് പകരം അതാണ് നമ്മളുടെ ഓർഡർ, എടുക്കേണ്ട ഓർഡർ അതാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആവുന്ന ഓർഡർ അതാണ്. അതിന് പകരം ഞാൻ ജെ ക്രോസ് ഐ എന്ന് എടുത്തു. അപ്പോൾ നമ്മളുടെ ആരോ മാർക്കിന് ഓപ്പോസിറ്റ് ആയില്ല എടുക്കുന്നത്. ആരോ മാർക്കിന് ഓപ്പോസിറ്റ് ആയില്ലടാ എടുക്കുന്നത്. അപ്പം എന്താ വരിക? മൈനസ് കെ ക്യാപ്പ്, നെഗറ്റീവ് എടുക്കണം. അപ്പം ഐ ക്രോസ് കെ ക്യാപ്പോ അല്ലേ? ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ മാർക്ക് ഇതാണ് ഡയറക്ഷൻ, അതിന് ഓപ്പോസിറ്റാണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ മൈനസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഏതാ വരുന്നത്? ജെ ക്യാപ്പ് അല്ലേ വരുന്നത്. ഈ 3 പിന്നെ ബാക്കിയുള്ളത് ജെ ക്യാപ്പ് അല്ലേ, അതാണ് എഴുതേണ്ടത്. അപ്പം കെ ക്രോസ് ജെ ക്യാപ്പോ മൈനസ് ഐ ക്യാപ്പ്. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന്, ഫിഗറല്ല, ഒരു ഷോർട്ട് കട്ട് പോലെ ഇങ്ങനെ ഇതേ ഓർഡറിൽ ചോദിക്കുകയാണെങ്കിൽ ഐ ക്രോസ് ജെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കെ ക്യാപ്പ്, ജെ ക്രോസ് കെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഐ ക്യാപ്പ്, കെ ക്രോസ് ഐ എന്ന്, അതായത് ആരോ മാർക്കിൻ്റെ അതേ ഡയറക്ഷനിലാണ് ചോദിക്കുന്നതെങ്കിൽ പോസിറ്റീവിൽ എടുക്കുക. ഇനി ഐ ക്രോസ് ജെ കെ ക്യാപ്പ് എന്നാണ് ചോദിക്കുന്നത്, കെ ക്യാപ്പ്, അപ്പം മൈനസ് ജെ ക്യാപ്പ്. കെ ക്രോസ് ജെ ക്യാപ്പ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഏത് വാല്യൂ വരുന്നതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, ക്രോസിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, ബിക്കോസ് അത് ഡിറക്ഷൻ പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഹെഡിങ് ആണ്. നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലാർ കറണ്ട് ലൂപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ വരച്ച കറണ്ട് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് യൂഷ്വലി ഒരു കണ്ടക്ടർ. അതൊരു വെറുതെ ഒരു കണ്ടക്ടർ മാത്രമാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസാണ്. പക്ഷെ ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളുടെ നേരത്തെ ഇക്വേഷൻ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇവിടെ ഈ പോയിന്റ് പിയിലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പോയിന്റ് പി. അപ്പം ഇവിടെ നിങ്ങളുടെ എക്സ് ഇതാണ് ഇവിടുത്തെ നിങ്ങളുടെ ആർ. ഇതാണ് നിങ്ങളുടെ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലാർ ലൂപ്പ്. നിങ്ങളുടെ സർക്കുലാർ ലൂപ്പിൻ്റെ റേഡിയസ് ആണിത്. നമ്മളുടെ എന്താ പറയുക, സർഫസ് അല്ലെങ്കിൽ ആ ഒരു സർക്കുലാർ ലൂപ്പിൻ്റെ സർക്കംഫറൻസ്, അവിടെ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ പോയിന്റിലേക്ക് 6 വരയ്ക്കാൻ. ഇനി അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ, അതായത് നിങ്ങളതിൻ്റെ സെൻട്രലിൽ നിന്നും ഇതിലേക്ക് വരയ്ക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആർ എന്നാണ് നമ്മളുടെ വാല്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ. ഡി ബി ഈസ് ഈക്വൽ ടു ഐ ഡി എൽ μ0/4π ഐ ഡി എൽ
സൈൻ തീറ്റ ബൈ ആർ എന്നാണ്. ആറാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ആർ ഇവിടെ എന്താണ്? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അതൊരു ഹൈപ്പോട്ടന്യൂസ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാം? ആർ സ്ക്വയർ, സോറി ഇത് ആർ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാം? ആർ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്തെടുക്കാം? ഹൈപ്പോട്ടന്യൂസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് ആണ് നിങ്ങളുടെ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ ഒന്നുമില്ല, ആ ഇക്വേഷൻ അങ്ങനെ മാറ്റി എഴുതുക. μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പം ആ സ്മോൾ ആർ സ്ക്വയറിനെ നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതൊരു സർക്കുലാർ കറണ്ട് ലൂപ്പിലാണ് ഇത് ഈ ഒരു കേസ് വരുന്നത്. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു കണ്ടീഷൻ. അപ്പം നമുക്കിവിടെ ഫിഗർ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയൽ, നിങ്ങളിപ്പോൾ ഈ കേസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഐഡിയൽ ഇതാ ഈ ഡയറക്ഷനിലാണുള്ളത്. നിങ്ങളുടെ ആറ് ഈ ഡയറക്ഷനിലാണുള്ളത്. അതായത് ഐഡിയൽ ഉള്ളത് YZ പ്ലെയിനിലും നിങ്ങളുടെ ആറുള്ളത് XY പ്ലെയിനിലും ഇത് ഇങ്ങോട്ടേക്കാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡി ബി, ഈ പോയിന്റിലുള്ള ഡി ബി എന്ന് പറയുന്നത് ഈ ഡിറക്ഷനിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഐ ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് എന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് ഐഡിയലും ആറും കൂടെ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഏത് പ്ലെയിനിലാണോ വരുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. ഇത് ഡി ബി അലോങ് എക്സ് കമ്പണൻറ്റും ഇത് ഡി ബി അലോങ് വൈ കമ്പണൻറ്റും അല്ലേ? അഥവാ അത് പെർപെൻഡിക്കുലർ കമ്പണൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഡി ബി എക്സ് കമ്പണൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഡയറക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിൽ തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് സം ചെയ്യാം. അതായത് ബി എന്നുള്ളത് നമുക്ക് ബി എക്സ് അല്ലെങ്കിൽ ഡി ബി എക്സ് ഐ ക്യാപ്പ് എന്നെഴുതാം. ആൻഡ് ഈ ഡി ബി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആക്ച്വലി ഡി ബി കോസ് തീറ്റയാണ് അല്ലേ? ഡി ബി കോസ് തീറ്റയാണ്. ബി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി കമ്പണൻറ്റ് അലോങ് എക്സ് ഡിറക്ഷൻ എന്നേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഡി ബി കോസ് തീറ്റ ഐ ക്യാപ്പ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഡി ബി വൈ ക്യാപ്പ്? അത് നമ്മൾ ഈ പല ഡി എൽ എടുക്കുമ്പം അതിൻ്റെ ഡിറക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നതുകൊണ്ട് അവരെല്ലാവരും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നിട്ട് അതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പം ഡി ബി വൈ കമ്പണൻറ്റ് പെർപെൻഡിക്കുലർ കേസിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ എക്സ് കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ബി എന്ന് പറയുന്ന അപ്പം എന്താണ്? ബി എക്സ് ആണ്, ബി എക്സ് ഐ കമ്പണൻറ്റ്. ഇതാണ് നിങ്ങളുടെ ബി. ഇപ്പോൾ ഇവിടുത്തെ നെറ്റ് ബി എന്ന് പറയുന്നത് ബി എക്സ് ഐ കമ്പണൻറ്റ് ആണ് എന്നുവെച്ചാൽ ഐ ക്യാപ്പ്. ശരി, അപ്പം നമുക്ക് ബി എക്സ് എഴുതണമെങ്കിൽ, ആൻഡ് വാട്ട് ഇസ് ദിസ് ബി എക്സ്? ദാറ്റ് ഇസ് ആ ബി ഇല്ലേ നമ്മളുടെ ഡി ബി, ആ ഡി ബി കോസ് തീറ്റയാണ്. സോ വാട്ട് ഇസ് ദിസ് കോസ് തീറ്റ? തീറ്റ ഏതാന്ന് നിങ്ങൾ കാണുന്നുണ്ട്. സോ ടെൽ മീ വാട്ട് ഇസ് കോസ് തീറ്റ? അഡ്ജസൻറ്റ് സൈഡ് ബൈ, ടെൽ മീ. ഇപ്പോൾ ഇവിടെ ഇതാ ഇത് ഞാൻ ആ ഫിഗർ ഒന്ന് മായ്ക്കട്ടെ, എല്ലാം കൂടെ വരച്ചിട്ട് മൊത്തത്തിൽ മനസ്സിലാവാത്ത പോലെ. സോ ഹിയർ ദിസ് ഇസ് ദ തീറ്റ അല്ലേ? ഈ ആക്സിസുമായിട്ട്, ഈ എക്സ് എന്നുള്ള ആക്സിസുമായിട്ട് ഈ പോയിന്റിലേക്ക് വരുന്ന ആക്സിസ്, ആ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. സോ ദിസ് സെയിം പെർപെൻഡിക്കുലർ, so this is now going to be theta. Okay, clear അല്ലേ? That is now going to be theta. അങ്ങനെയാണെങ്കിൽ what is cos theta? Adjacent side by hypotenuse എന്നുവെച്ചാൽ സ്മോളർ, അതായത് adjacent side by x square plus r square whole 1/2. ഇതാണ് നിങ്ങളുടെ കോസ് തീറ്റ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ബി എക്സ് എന്ന് പറയുന്നത് ഡി ബി കോസ് തീറ്റയാണ്. ഡി ബി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡി ബി. എഴുതിക്കേ, μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ x square plus r square whole square
അല്ല, അവിടെ ഹോൾ സ്ക്വയർ വരത്തില്ലല്ലോടാ. ഇത് നിങ്ങളുടെ ആർ സ്ക്വയർ അല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ എങ്ങനെയാണ് വരുന്നത്? നിങ്ങളുടെ ആർ സ്ക്വയർ ആണ്, നിങ്ങളുടെ സ്മോൾ ആർ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ പിന്നെ ഒരു സ്ക്വയറിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് ഇൻറ്റു നിങ്ങളുടെ കോസ് തീറ്റ എന്താണ്? ഇതാ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ആർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ 1/2. അപ്പോൾ ഇത് ആക്ച്വലി പവർ 1 ആണ് അല്ലേ? പവർ 1 ആണ് നമ്മൾ ജസ്റ്റ് അങ്ങനെ എഴുതി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നിങ്ങൾ മാറ്റി എഴുതിക്കേ. μ0/4π IDL സൈൻ തീറ്റ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ 3/2. ഇത് 3/2 എങ്ങനെയാണ് വന്നത്? ഇപ്പോൾ എക്സ് റേസ് ടു, ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ, എക്സ് റേസ് ടു 1 അതായത് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് എന്നാണെങ്കിൽ അതെന്താവും എന്നറിയടാ? എക്സ് റേസ് ടു 1 + 1/2. അപ്പോൾ അതെന്തായി? 3/2. സോ ആൻസർ ഇസ് എക്സ് റേസ് ടു 3/2. അപ്പോൾ അതുപോലെ ഇവിടെ ഇത് 1, അത് ഇൻറ്റു ഇത് ഹാഫ്, അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ വരും. അത് ക്ലിയറായി. ശരി, നമ്മളുടെ ഇവിടെ ഒരു സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ മൊത്തം സമ്മേഷൻ ഇതിപ്പോൾ ഡി ബി ആണ് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ബി നോക്കുകയാണെങ്കിൽ BX(i) നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഡി ബി മാറ്റിയത് BX ആക്കുമ്പോൾ ആക്ച്വലി ആ DL മാറ്റി നമ്മൾ ആ മൊത്തം ഇതെടുക്കണം. മൊത്തം ലെങ്ത്ത് നമ്മളിപ്പോൾ DL എന്ന് പറയുന്ന ആ കണ്ടക്ടറിൻ്റെ, ആ സർക്കുലർ ലൂപ്പിൻ്റെ ഇത്രയും ഈ ഒരു ലെങ്ത്താണ് DL എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ മൊത്തം ലെങ്ത്ത് എടുക്കണം. എന്തിന്? ടോട്ടൽ ബി എടുക്കണമെങ്കിൽ സമ്മേഷനാണ്. അപ്പോൾ DL എന്താവും ഇവിടെ? 2πr ആയി. ഓക്കെ, സോ μ0/4π ഇൻറ്റു IDL. ശ്രദ്ധിക്കണേ, കാരണം നിങ്ങളുടെ ഇതിൽ സ്റ്റെപ്സ് കുറയ്ക്കുന്നുണ്ട് അവർ. ഇൻറ്റു 2πr ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ആർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ 3/2. ഈ 2π ഇതും ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു 2 വരും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താവും? B ഇസ് ഈക്വൽ ടു μ0/2 എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ 3/2 I 2πr ആണല്ലേ ഇവിടെ വരിക. ഇത് ക്യാപിറ്റൽ R ആണ് വരിക, കാരണം ആർ സ്ക്വയർ അല്ലേ. നിങ്ങൾ ആ സർക്കംഫറൻസ് എടുക്കുമ്പോൾ സ്മോൾ ആർ എന്ന് പറയുന്നത് അത് ലെങ്ത് അല്ലേ. ഓക്കെ, എൻ്റെ അടുത്ത് മാറിപ്പോയതാണ്. ക്യാപിറ്റൽ R ആണ് വരിക. ശരി, I ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു 2r അല്ലേ? ഇതല്ലേ അവസ്ഥ? ഓക്കെ, കറക്റ്റ്. ഇനി ഞാനിപ്പോൾ ഒരു കേസ് പറയാണ്. ഇഫ് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങട്ടെ. സൈൻ തീറ്റയുടെ ആവശ്യം നമുക്കിവിടെ ഇല്ലടാ. നമുക്ക് ആദ്യമേ ക്യാൻസൽ ചെയ്യായിരുന്നു. അത് ഞാൻ വിട്ടുപോയതാണ്. അതായത് ഞാൻ പറയാം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ IDL DL എന്നിൻ്റെയും ക്രോസ് ആറും ആണല്ലോ, IDL ക്രോസ് R ആണല്ലോ. അപ്പം ഈ ഒരു സർഫസ് എവിടെയാണോ നിൽക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതൊരു IDL ക്രോസ് R ഉള്ളത്. ഏത് പ്ലെയിനിലാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിങ്ങളുടെ B വരിക. അപ്പോൾ ഇവിടെ ഈ കേസിൽ തീറ്റ എന്ന് പറയുന്നത് 90 ആയി പോവുകയും അങ്ങനെ ആ പെർപെൻഡിക്കുലർ കേസ് നമ്മൾ എടുത്തിട്ട് പോവുകയാണത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായി? സൈൻ 90 എന്താടാ? 1 അല്ലേ? അപ്പോൾ അതങ്ങനെ പോവും. അപ്പം μ0I ആൻഡ് ഓൾസോ ദിസ് ഇസ് നോട്ട് 2r, ദിസ് ഇസ് R സ്ക്വയർ, ബിക്കോസ് ദിസ് R ഇൻറ്റു R പ്ലസ് അല്ലല്ലോ. ഓക്കെ, R സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ 3/2. ഓക്കെ, നൗ വാട്ട് ഇഫ് നിങ്ങളോട് ഇതിപ്പം ഒരു ലൂപ്പ് ഇവിടെ ഒരു ഫിഗർ ഉണ്ട് അല്ലേ? ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ എത്രയോ അതിൽ കൂടുതലോ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങളടുത്ത് കാണാൻ പറഞ്ഞത്. വാട്ട് ഇഫ് ഈ ലൂപ്പിൻ്റെ സെൻറ്ററിൽ, ഈ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിലാണ് ആ പോയിന്റ് P ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഈ എക്സ് എന്ന് പറയുന്നതല്ലേ ഈ ഡിസ്റ്റൻസ്,
ശരി, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇല്ല, കാരണം നിങ്ങളോട് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു കേസാണ് വേർ യുവർ പോയിന്റ് ഇസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൻ. അപ്പോൾ നിങ്ങളുടെ എക്സ് എന്താവും? 0 ആയി പോവും. അപ്പോൾ നിങ്ങളുടെ ബി ടേം എന്താവും? μ0I/r² (2 × x 0 ആയി പോയാൽ r² 3/2. ഈ ഇങ്ങോട്ട് എഴുതട്ടെ. r² × 3/2 എന്ന് പറഞ്ഞാൽ എന്താണത്? ഞാൻ നേരത്തെ പറഞ്ഞു 2 × 3/2 എന്നാണ്. സോ ദിസ് 2 ക്യാൻസൽഡ് ആൻഡ് അപ്പോൾ അത് r³ ഡിനോമിനേറ്ററിൽ. അപ്പോൾ നിങ്ങളുടെ ബീൻ്റെ ഇക്വേഷൻ μ0I/r² എന്നായി. അപ്പോൾ ഈ r²ഉം ഈ r² ഈ r³ ക്യാൻസൽ ചെയ്താൽ താഴെ ഒരു r മാത്രം വരും. ഇതാണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇഫ് ദ പോയിന്റ് ഇസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ്. μ0I/2r μ0I/2r. ഇതൊരൊറ്റ ലൂപ്പാണെങ്കിലാണ് μ0I/2r. വാട്ട് ഇഫ് ദർ ഇസ് n നമ്പർ ഓഫ് ലൂപ്സ്? അപ്പോൾ μ0I × n, ഐ മീൻ μ0I/2r × n നിങ്ങൾ ചെയ്യണം. മനസ്സിലായില്ലേ? n നമ്പർ ഓഫ് ലൂപ്സ് ഉണ്ടെങ്കിൽ n എന്ന് എടുക്കണം നിങ്ങൾ. ഫൈൻ. ശരി, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, ശരി. നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വായിച്ചോളൂ. എ സ്ട്രെയിറ്റ് വയർ ക്യാരിങ് എ കറണ്ട് ഓഫ് 12 ആംപിയർ ഇസ് ബെൻഡ് ഇൻ ടു എ സെമി സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് 2 cm. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 cm ആണ്. കൺസിഡർ ദ മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ആർക്ക്. ഓക്കെ, ആർക്കിൻ്റെ സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺസിഡർ ദ പോയിന്റ് ഹിയർ. ഇവിടെയാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക, സെൻറ്ററിൽ. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് സെഗ്മെൻറ്റ്സ്? സ്ട്രെയിറ്റ് സെഗ്മെൻറ്റ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിറ്റ് സെഗ്മെൻറ്റ്സ് എവിടെയൊക്കെ വരുന്നുണ്ടെടാ? നമുക്കിത് 3 ആക്കി ഡിവൈഡ് ചെയ്യാം. 1, 2 and 3. ഓൾസോ ഹിയർ 1, 2 and 3. ക്ലിയർ അല്ലേ? അപ്പോൾ സെഗ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് സെഗ്മെൻ്റ് ആണ് അല്ലേ? ഒരു സ്ട്രെയിറ്റ് വയർ സെഗ്മെൻ്റ് ആണ്. അത് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇതാണ് നിങ്ങളുടെ DL ആൻഡ് ദിസ് ഇസ് യുവർ R അല്ലേ? സോ DLും Rഉം സെയിം ആക്സിസിലാണ്, വിച്ച് മീൻസ് യുവർ തീറ്റ ഇസ് 0 degree. സോ യുവർ സൈൻ 0 becomes 0. സോ യുവർ മാഗ്നറ്റിക് ഫീൽഡ് becomes 0. സിമ്പിൾ ആസ് ദാറ്റ്. നേരത്തെ ഞാനൊരു പോയിന്റ് പറയുമ്പോഴേ പറഞ്ഞുപോയി, ശരിക്കും അപ്പം പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ അപ്പം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ കിട്ടാത്തവരുണ്ടോ? ഇങ്ങനെയാണ് കാണുക. ശരി, ഇനി മൂന്നാമത്തെ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും സെയിം ആണ് അവസ്ഥ. തിരിച്ചിങ്ങോട്ടാന്നേ ഡിറക്ഷനിലൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡിലെയും പിന്നെ അവിടുത്തെ ഡിറക്ഷനെ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലല്ലേ പിന്നെ ഡിറക്ഷൻ എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ പിന്നെ എന്ത് ഡിറക്ഷൻ? ശരി, മൂന്നാമത്തെ പോയിന്റിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇതാണ് നിങ്ങളുടെ DL എന്ന് പറയുന്നത് ആൻഡ് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് നിങ്ങളുടെ R എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ DLും Rഉം സെയിം ആക്സിസിലാണ്, 0 degree. ഇപ്പം സൈൻ 0 0 B0. അപ്പോൾ അതിനി ഇപ്പുറത്തെ ഫിഗർ ആണെങ്കിലും സെയിം തന്നെ. രണ്ട് ഫിഗർ എന്തിനാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ ഒരു ഫിഗർ പോരായിരുന്നു എന്നാലും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവുമായിരിക്കും. പറഞ്ഞുതരാം. ഫിഗർ ബീൻ്റെ കേസിലും ഫസ്റ്റ് സെഗ്മെൻറ്റ് അങ്ങനെ തന്നെ. കാരണം ഈ പോയിന്റിലെയാണ് ഇതാണ് നിങ്ങളുടെ പോയിന്റ് P. അപ്പം ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് DLും Rഉം ഇത് സെയിം. അതുപോലെ തന്നെയാണ് തേർഡിൻ്റെ അവസ്ഥ. പക്ഷേ ഇനിയാണ് നമ്മളെ മെയിൻ സാധനം. വാട്ട് അബൌട്ട് ദ ആർക്ക്? ആർക്ക് 0 ആണ് ഉണ്ടാക്കുന്നത്? അല്ല, കാരണം DLൻ്റെ ഇത് വേറെ, എന്താ പറയുക അല്ലേ? ശരി, ഇത് 2 cm ആണ്. ഈ പോയിന്റ് Pയിലേക്കാണ്. അപ്പം ഇതാണ് നിങ്ങളുടെ R എന്ന് പറയുന്നത്
ആൻഡ് ഡി എൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്മോൾ ആണ്. അപ്പോൾ ആ ആർക്ക് ഉണ്ടാക്കുന്നത് മാത്രമാണ് അല്ലേ. പക്ഷേ ആർക്ക് ഉണ്ടാക്കുന്നത് മുഴുവനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഡി എൽ എന്ന് പറയുന്നത് ഇതാണെങ്കിലും നിങ്ങളുടെ മുഴുവനാണ് ചോദിച്ചത്. ആ ആർക്ക് മുഴുവൻ ആ പോയിന്റിൽ എത്ര ഉണ്ടാക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്ക് എന്ന് പറയുമ്പോൾ എത്രയാടാ? പൈ അല്ലേ? 2π ആണോ? ഒരു സർക്കിൾ മുഴുവനായിട്ട് വന്നാൽ നമ്മൾ അതിനെ 2π എന്ന് പറയുകയും ഇതാണ് വരുന്നതെങ്കിൽ ഒരു സെമി സർക്കിളാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പൈ എന്ന് പറയും. അതിൻ്റെ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് പൈ എന്ന് പറയും. അതെങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊരു സർക്കിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ആംഗിൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് നിങ്ങളെ വരച്ച് കാണിച്ച് പറഞ്ഞു തരികയാണ്, പക്ഷെ നിങ്ങൾ ഫിഗർ കാണുന്നില്ല. ശരി, ഇതൊരു ഇമാജിനേഷനാണ് ബാക്കി പാർട്ട്. ശരി, അപ്പം ഞാൻ ഇവിടെ പോയിന്റ് പി എന്ന് ഇതുപോലൊരിത് വരയ്ക്കുകയാണ്. ഇത് പൈ അല്ലേടാ? 180 ഡിഗ്രി അല്ലേ ഇത്? അതായത് പൈ എന്നല്ലേ അർത്ഥം? പൈ എന്ന് പറയുന്നത് നമ്മൾ 180 ഡിഗ്രി ആയിട്ടാണ്. പൈ റേഡിയൻ ഇസ് 180 ഡിഗ്രി എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ശരി, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് സെഗ്മെൻറ്റ്സ്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എ പറഞ്ഞു. In what way the contribution to B from the semicircle differs from that of circular loop, and in what way does it resemble? Would your answer be different if the wire were bent into a semicircular arc of the same radius but in the opposite way as shown in figure? Okay. അതായത് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അതായത് ഇപ്പോൾ 2 ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്, രണ്ടും സെമി സർക്കുലർ ആർക്കാണ്. പിന്നെ അവിടുത്തെ വ്യത്യാസം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പറയാം. റൈറ്റ്, അത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം അല്ലേ. എടാ, ഇക്വേഷൻ എന്ന് പറയുമ്പം നേരത്തെ നമ്മൾ നേരത്തെ ഒരു കാര്യം ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ? കാണിച്ചു തരാം. വെയിറ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് μ0/4π, അതായത് ഒരു സർക്കുലർ ലൂപ്പിൻ്റെ കേസിൽ നേരത്തെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. കുറച്ച് മുന്നേ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഏകദേശം ഈ ഒരു ഇക്വേഷനൊക്കെ ആയിട്ട് വരും. ഞാൻ പറയാം. B is equal to μ0/4π into I dl r by നമ്മളുടെ x² + r² എന്നുള്ള ഒരു ആറും കൂടെ ഉണ്ട്, 3/2 ഇങ്ങനൊരു സാധനം. അപ്പം ഇതിൽ നമുക്ക് പറഞ്ഞു ഈ സർക്കുലർ ലൂപ്പിൻ്റെ ഇതാണിത്. പക്ഷേ വാട്ട് ഇഫ് ആ പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്ററിലാണെങ്കിൽ, ആ ലൂപ്പിൻ്റെ സെൻറ്ററിൽ, അപ്പോൾ ഇവിടെ ഈ സെമി സർക്കുലർ ആണ് നിങ്ങളുടെ ലൂപ്പ് വരുന്നത്, അതിൻ്റെ സെൻറ്ററിലാണ് പോയിന്റ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇല്ല, എക്സ് എന്ന് പറയുന്നത് 0 ആയി. എക്സ് എന്താണെന്ന് അതിന് ആദ്യം അറിയണം കേട്ടോ നിങ്ങൾക്ക്. എക്സ് എന്ന് പറയുന്നത് ഇല്ല എന്ന് അറിയണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എന്തായി? μ0/4π ഇൻറ്റു 2π അപ്പോൾ ആ മൊത്തം സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ മൊത്തം സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുകയാണ് ആ പോയിന്റ് ബിയിൽ, പോയിന്റ് സെൻറ്റർ പോയിന്റ് O എന്ന് വിളിക്കാം. O എന്ന പോയിന്റിൽ ആ മുഴുവൻ സെമി സർക്കുലർ ആർക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു IDL എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DL എന്ന് പറയുന്നത് 2πr ആണ് അതിൻ്റെ റേഡിയസ്. അപ്പം 2πr ഇൻറ്റു I ഇൻറ്റു നമ്മളുടെ ഈ ആറും കൂടി എഴുതണം ബൈ എക്സ് ഇല്ല, സോ അത് r³ ആവുന്നുണ്ട്, സോ r² ഒക്കെ ഉണ്ട്. ശരി, അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇക്വേഷൻ എന്തായി? B is equal to μ0/4π ഇൻറ്റു 2π. ഈ 2π മാത്രം എടുക്കുകയാണ്. μ0 I എന്ന് കൊടുത്ത വേണമെങ്കിൽ μ0 I/4π ഇൻറ്റു 2π. ഇത് എളുപ്പത്തിനാട്ടോ ഞാനിങ്ങനെ എഴുതുന്നത് ബൈ r. ഇങ്ങനെയാണോ നിങ്ങളുടെ ഇക്വേഷൻ വരുന്നതെന്നൊന്ന് നോക്കിക്കേ നിങ്ങൾ. 2π I ഇൻറ്റു r ഇങ്ങനെയാണോ വരുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മേലെ 2 r ഉണ്ട്, അതായത് r²ഉം താഴത്തെ r³ കൂടെ ക്യാൻസൽ ചെയ്താൽ താഴെ ഒരു r മാത്രം വരും. μ0 I/4π 2π ഇൻറ്റു r. ഇതെന്തിൻ്റെയാണ്? ഇതൊരു സർക്കുലർ ലൂപ്പിൻ്റെ അല്ലേ, 2πr. എടാ DL ആണ് ഇവിടെ 2πr ആയത്.
DL എന്ന് ശരിക്കും പറയുന്നത് ഇത്ര ഒരു ഇതാണ്, പക്ഷെ നമ്മൾ സമ്മേഷനാണ് എടുക്കുന്നത്. ആ മൊത്തം ലൂപ്പ് ആ സെൻറ്റർ എന്ന പോയിന്റിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, DL മാറ്റിയിട്ട് DL എന്ന് പറഞ്ഞാൽ മുഴുവൻ, DL എന്ന് പറഞ്ഞാൽ ചെറിയതാണ്, അപ്പോൾ അതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ മുഴുവൻ എടുക്കണം. ദാറ്റ് ഇസ് 2πr, മൊത്തം ലെങ്ത്ത്. അത്രേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. റൈറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു സർക്കുലാർ ലൂപ്പിന്. ഒന്നുമില്ല, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് മൈൻഡ് ആക്കണ്ട. ഒരു സർക്കുലാർ ലൂപ്പ് ഉണ്ട്. ആ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങളടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ യു ഡു μ0/4πi ഇൻറ്റു 2π/r. Now what if it's a semicircular? ഒരു സെമി സർക്കുലറേ ഉള്ളൂ. ഇങ്ങനെ ഒരു സെമി സർക്കുലർ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്നുമില്ലടാ, നമ്മൾ ആ DL-നെ 2πr എന്നെടുക്കാതെ നമ്മൾ ആ DL-നെ ഇതെന്ത് ആംഗിളാണ്, പൈ ആണ്. സോ ആംഗിൾ ഇൻറ്റു റേഡിയസ്. ഓക്കെ, that will give you the arc, no? So that is μ0I/4π ഇൻറ്റു 2πക്ക് പകരം സെമി സർക്കുലർ ആണെങ്കിൽ പൈ ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഇസ് π/r. ഇനി അതൊരു സെമി സർക്കുലർ ആംഗിൾ ആണെങ്കിലോ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മൈൻഡ് ആക്കണ്ട കേട്ടോ. സെമി സർക്കുലർ ആംഗിൾ അല്ല, സെമി സർക്കുലറും അല്ല, ഇതാണ് സെമി സർക്കുലർ ആംഗിൾ. അതിൻ്റെ പകുതിയാണെങ്കിലോ, അയ്യോ ഇതില്ല, ഈ പാർട്ടില്ല, അതിൻ്റെയും പകുതി. ഈ ഒരു പാർട്ട് ഈ ഒരു ആർക്ക് മാത്രം ഈ പോയിന്റിൽ സെൻറ്റർ, ഈ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്റർ തന്നെയാണത്, അതിലുണ്ടാക്കുന്ന ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക നിങ്ങൾ, μ0 ഇതുണ്ടാക്കുന്ന ആംഗിൾ നോക്കിയാൽ മതിയുടെ. അത് ആംഗിൾ എന്താ, π/2 ആണ്. 4πi ഇൻറ്റു π/2 ഇൻറ്റു 1/r. ഇതാണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഈ ഒരു ചെറിയൊരു ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പം ഓരോന്നിൻ്റെയും, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ പറയട്ടെ. ഒരു ജനറൽ ഇക്വേഷൻ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതിയെടുക്കാം. ഓക്കെ, ഇതൊരു ടിപ്പാണ്. ഓക്കെ, ഒരു ജനറൽ ടിപ്പ്. ഇത് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന കാര്യം B എന്ന് പറയുന്നത് μ0I/4π. ദിസ് ഇസ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ആണ്, ഇൻറ്റു തീറ്റ. അവരുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അത്, ഈ തീറ്റ ഇവിടെ പൈ ആണ് തീറ്റ, ഓർ തീറ്റ ഇൻറ്റു 1/r എന്ന് ആവശ്യമില്ല, തീറ്റ/r എന്ന് കൊടുത്താൽ മതി. തീറ്റ/r ഇങ്ങനെ എഴുതിക്കൂടെ നിങ്ങൾക്കൊരു ജനറൽ ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ, if we come back to this question, what's happening here is ഇതിൻ്റെ വാല്യൂ എന്താവും നോക്കിക്കേ. B എന്ന് പറയുന്നത് μ0/4π എന്താണ്, 10⁻⁻7 ആണ്, നിങ്ങൾക്കറിയാം. I എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നത്, 12. ശരി, പൈ എന്താണ്, 3.14 ആണ് വാല്യൂ. ശരി, നമ്മൾ ഡിഗ്രി എടുക്കരുത് കേട്ടോ. ഇൻറ്റു π/r ആണ് അല്ലേ, അല്ലടാ അതങ്ങനെ തീറ്റ/r എന്നല്ലേ നമ്മളുടെ ജനറൽ ഇക്വേഷൻ. അപ്പം തീറ്റ എന്ന് പറയുന്നത് ഇവിടെ പൈ ആണ്, പൈ ആംഗിൾ ആണ്. സെമി സർക്കിൾ എന്ന് പറയുന്നത് /r, r എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ദിസ് വിൽ ഗിവ് യു ദി ആൻസർ. ഓക്കെ, ദിസ് ഇസ് ദ magnetic field that is created by this semicircle arc here at the center of the arc. Clear? ശരി, ഇനി നമ്മളുടെ ഫിഗർ എയും ബിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിഗർ എ ആൻഡ് ബി? അവിടെ എയും ബിയും എന്നുള്ള ഫിഗറിലുള്ള ഡിഫറൻസ് എന്താണ് നിങ്ങൾക്ക് കാണാം, ഒന്ന് മേലേക്കാണോ ഒന്ന് താഴേക്കാണോ. പക്ഷേ ഹൗ ഇസ് എഫക്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്? സോ ദർ ഇസ് സംതിങ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് എഫക്ട്സ് ഹിയർ. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ രണ്ട് ഫീൽഡിലും ആ രണ്ട് ഫിഗേഴ്സിലും
ആലോചിക്കുക, നല്ലോണം ആലോചിച്ചിട്ട് പറയാം. ആ രണ്ട് ഫിഗേഴ്സിലും എന്താണ് ഡിഫറൻസ്? മാഗ്നിറ്റ്യൂഡ് രണ്ട് കേസിലും സെയിം ആയിരിക്കും. കാരണം രണ്ട് കേസിൻ്റെയും റേഡിയസ് സെയിം ആണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ആണ്, എല്ലാം സെയിം ആണ്. അപ്പം അവിടെ മാറ്റം ഉണ്ടാകുന്നത് അതിൻ്റെ ഡിറക്ഷനിലാണ്. Tell me how and how you're going to find it and what is the difference in that. No idea? ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എന്തോന്ന് എടുക്കുക. വെയിറ്റ്, നിങ്ങൾ എന്നെ തന്നെ പ്ലെയിൻ ആയിട്ട് സങ്കല്പിക്കൂ. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് വെക്കൂ. ബുക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കുക. എന്നിട്ട് ഈ ഫിഗർ നിങ്ങൾ എടുക്കുക. ഒന്നെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ NCERT അകത്ത് ഈ ഫിഗർ ഉണ്ട് അതെടുക്കുക, അല്ലെങ്കിൽ ബുക്കിൽ ഈ ഇമേജ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആ സെമി സർക്കിൾ വരുന്നത് കണ്ടില്ലേ? സെമി സർക്കിൾ ഇങ്ങനെ വരുന്നില്ലേ? അതേ ഡയറക്ഷനിൽ നിങ്ങളുടെ കേൾ ഓഫ് ഫിംഗേഴ്സ് പോകണം. കേൾ ഓഫ് ഫിംഗേഴ്സ് അതേ ഡയറക്ഷനിൽ പോകണം. അത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. റൈറ്റ്, അത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. സോ അതേ ഡയറക്ഷനിൽ പോകണം. അതേ ഡയറക്ഷനിൽ നിങ്ങൾ പോക്കുക. അപ്പം ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഇതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. സോ അത് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യിക്കുക. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഇമേജ് നിങ്ങളുടെ മുന്നിലുണ്ടാവണം. സോ സച്ച് ദാറ്റ് ഏത് ഡയറക്ഷനിലാണോ അതിങ്ങനെ പോകുന്നത്, ആ സെമി സർക്കിളിൻ്റെ കറണ്ട് പോകുന്ന ആരോ മാർക്ക് പോകുന്നതിൽ നിങ്ങൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇങ്ങനെ ആ ആരോ ഉള്ള ഡയറക്ഷനിൽ ഇതിങ്ങനെ കേൾ പോകണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. സോ നിങ്ങൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ. ഫസ്റ്റ് കേസിൽ. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി നോക്കുക. അത് കൃത്യമായിട്ടൊന്ന് നോക്കൂ. ചെയ്ത് നോക്കിയോ നിങ്ങളതൊന്ന് കൃത്യമായിട്ട് നോക്കിയോ? അപ്പോൾ ആദ്യത്തത് ഞാൻ പറഞ്ഞു, ആരോ പോകുന്ന അതേ ഡയറക്ഷനിൽ നിങ്ങൾ ആ കൈ ഇങ്ങനെ മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻ ടു ദ പ്ലെയിൻ എന്ന് കിട്ടും. അതായത് നിങ്ങളുടെ പേപ്പറിൻ്റെ ഉള്ളിൽ, നിങ്ങൾ ആ പേപ്പറിലാണല്ലോ ഇപ്പം ഡയറക്ഷൻ നോക്കുന്നത്, പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഈ തമ്പ് പോകും. അപ്പോൾ നിങ്ങൾ പറയാം മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ. ദിസ് ഇസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്ലിയർ? ഇതാണ് അവിടുത്തെ രണ്ടിടത്തെയും ഡിഫറൻസ്. മാഗ്നിറ്റ്യൂഡ് രണ്ട് കേസിലും സെയിം ആണ്. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും നിങ്ങളുടെ MCQ തന്നെയാണ് കേട്ടോ. റൈറ്റ്, നോക്കാം. നിങ്ങൾ വായിച്ചേ. കൺസിഡർ എ ടൈറ്റ്ലി വൂണ്ട് 100 turn coil of radius 10 centimeter carrying a current of 1 ampere. Okay, what is the magnitude of the magnetic field at the center of the coil? കോയിലിൻ്റെ സെൻറ്ററിലെയാണ് ചോദിച്ചിരിക്കുന്നത്. കോയിലിൻ്റെ സെൻറ്ററിലാണെങ്കിൽ x 0 ആണ്. അപ്പോൾ നേരത്തെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എന്താ പറയുക സിംപ്ലിഫൈ ചെയ്ത് എഴുതിയൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു അത്? B = μ0I/2R എന്നുള്ളതാണ് ആ ഇക്വേഷൻ. ബട്ട് ദിസ് ഈസ് ഫോർ 1 കോയിൽ. ഇത് ഒരൊറ്റ കോയിലിനാണ്. ദിസ് ഈസ് ജസ്റ്റ് ഫോർ 1 കോയിൽ. ഒരൊറ്റ കോയിലിനെ ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ n നമ്പർ ഓഫ് കോയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. μ0I/2R × n, അത്രേ ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് യുവർ n. സോ നൗ സബ്സ്റ്റിറ്റ്യൂട്ട്. μ0 എന്ന് പറയുന്നത് എന്താണ്? 4π × 10⁻⁻⁷ ആണ്. അതെങ്ങനെയാണ് മനസ്സിലായില്ലേ? എടാ, μ0/4π എന്ന് പറയുന്നത് 10⁻⁻⁷ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം μ0 എന്താ? 4π × 10⁻⁻⁷ അല്ലേ? സിമ്പിൾ. ഓക്കെ, I എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. ശരി. n എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. ശരി. ഡിവൈഡഡ് ബൈ 2 × R എന്ന് പറയുന്നത് ഇവിടുത്തെ 10 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 10 × 10⁻⁻². റൈറ്റ്. അപ്പോൾ ദിസ് വിൽ ഗിവ് യുവർ ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് അറൌണ്ട് 6.28 × 10⁻⁻⁴ എങ്ങാനുമാണ് കേട്ടോ. 6 കാണുന്നില്ലേ? 6.28 × 10⁻⁻⁴ ടെസ്ല, സംതിങ് ലൈക്ക് ദിസ്. യാ, NCERT-യിലുള്ളതാണ്. വാല്യൂ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ? നമ്മൾ അടുത്തൊരു ലോയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? അപ്പം പറഞ്ഞതെല്ലാം രണ്ട് കാര്യങ്ങളാണ് ആക്ച്വലി ഇന്ന് മെയിനായിട്ട് പറഞ്ഞത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബയോ-സവാർട്ട്സ് ലോ ആണെങ്കിലും അത് ഡ്യൂ ടു സർക്കുലർ ലൂപ്പിൻ്റെ ആണെങ്കിലും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ശരി,
ശരി, ആംപിയർ സർക്യൂട്ട് ലോ അല്ലേ? ശരി, അപ്പം നമുക്ക് ലോ മാത്രം ഒന്ന് നോക്കാം. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ വേറെ ദിവസം നോക്കാം. ജസ്റ്റ് ആ ലോ ഞാനൊന്ന് പറയാം. എന്താണ് ആംപിയർ സർക്യൂട്ട് ലോ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ബോത്ത് ആർ ഗിവിംഗ് യു ദ വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺലി. ഓക്കെ, ബയോസവാർട്സ് ലോ ആണെങ്കിലും ആംപിയർ സർക്യൂട്ട് ലോ ആണെങ്കിലും രണ്ടും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് തരുന്നു എന്ന് തന്നെയാണ് രണ്ട് കാര്യങ്ങളും രണ്ട് ലോസും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഡിഫറൻസ്? ഏത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എപ്പോഴും തരില്ല യൂസ് ബയോസവാർട്സ് ലോ ആൻഡ് ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും പറയില്ല. ജസ്റ്റ് ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നേ പറയുള്ളൂ. സോ എന്ത് എപ്പോൾ ഇത് ഏത് കണ്ടീഷൻ അത് ഏത് കണ്ടീഷൻ. അതിലൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം കമ്പയർ ടു യുവർ ആർ, അതായത് ഡിസ്റ്റൻസ് ഫ്രം വേ യു ടേക്കിംഗ് ദിസ്. അത് ഭയങ്കര ലെങ്ത് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് ഡി എൽ ആണ്, അത് ഡി എൽ ആയിട്ട് തന്നെ എടുക്കണം എന്നുള്ളത്. പക്ഷേ ആംപിയർ സർക്യൂട്ട് ലോയിലേക്ക് വരുമ്പം ദിസ് ഇസ് ഓൺലി അപ്ലിക്കബിൾ ഇൻ ക്ലോസ് ലൂപ്സ് കേസ്. ഓക്കെ, നിങ്ങളിവിടെ കാണുമ്പോൾ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? അത് എന്താണെന്ന് വെച്ചാൽ അതൊരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്. ദാറ്റ്സ് നോട്ട് ജസ്റ്റ് വെരി സിമ്പിൾ ലൈൻ ഇൻ്റഗ്രൽ അല്ല. ദിസ് ഈസ് യുവർ ലൈൻ ഇൻ്റഗ്രൽ. നിങ്ങൾക്കൊരു ഒരു സർഫസിലോ അല്ലെങ്കിൽ ഒരു ലൈനിലോ ഒരു ലൈനിൽ ഇങ്ങനെ മൊത്തമായിട്ട് കുറേ എന്തൊക്കെയോ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് മൊത്തം നിങ്ങൾക്ക് സം ചെയ്യണം, ആഡ് ചെയ്യണമെങ്കിൽ യു ടേക്ക് ദ ഇൻ്റഗ്രൽ, യു ഗെറ്റ് ദ സം ഓഫ് ഇറ്റ്. ഇനിയിപ്പോൾ ഏരിയ ആണെങ്കിലും അത് തന്നെ അവസ്ഥ. You get a closed integral only in a closed surface. അപ്പോൾ this law is applicable only in closed loops case. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ക്ലോസ് ലൂപ്പിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് ഈ ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഒരു നിങ്ങൾ ഈ കാണുന്നത് ഈ സാധനം ഇതാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. വോട്ട് ഈസ് എ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. സോ അത് തന്നെയാണ് വെച്ചിട്ട് തന്നെയാണ് ആ ലോ തുടങ്ങുന്നതും. ഓക്കെ, ബിക്കോസ് ദിസ് ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ക്ലോസ്ഡ് ലൂപ്സ്. അപ്പോൾ ലോ പറയുന്നത് എന്താ വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ക്ലോസ്ഡ് ലൂപ്പ് ഡോട്ട് ഡി എൽ ആണ്, ഡോട്ട് ബി ഡോട്ട് ഡി എൽ. സോ ബി ഡി എൽ കോസ് തീറ്റ, ദാറ്റ്സ് വാട്ട് ഇറ്റ് സേസ്. എനിവേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് മ്യൂസിറോ ടൈംസ്. എന്താണ് ആംപിയർ സർക്യൂട്ട് ലോ പറയുന്നത്? ഇറ്റ് ഈസ് ദ മ്യൂസിർ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദ ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സം, മൊത്തം സം ആണ് കേട്ടോ, നോട്ട് ജസ്റ്റ് എ സ്മോൾ ഡി എൽ ബട്ട് ദ ഓവറോൾ സം എന്ന് പറയുന്നത് ഇസ് മ്യൂസിറോ ടൈംസ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ സർഫസ്. ഈ ഐ എന്ന് പറയുന്നത് ഇഫ് യു ടേക്കിംഗ് ഇറ്റ്സ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ സർഫസ്. യു ഹാവ് എ ലൂപ്പ് ഹിയർ, യു ഹാവ് എ ലൂപ്പ് ആൻഡ് യു ഹാവ് ഇതൊക്കെ കുറേ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ദീസ് ആർ കറണ്ട്. ഓക്കെ, സച്ച് ദാറ്റ് ഓൾ ദിസ് കറണ്ട് പാസിംഗ് ത്രൂ ദ ലൂപ്പിൻ്റെ സമ്മിൻ്റെ മ്യൂസിറോ ടൈംസ് ആണ് നിങ്ങളുടെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദിസ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് ആണ് ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ആംപിയർ സർക്യൂട്ട് ലോ ഇറ്റ് ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ക്ലോസ് ലൂപ്പ്. സോ യു ആർ ടേക്കിംഗ് ദ ക്ലോസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മ്യൂസിറോ ടൈംസ്, ഓർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയണ്ട, ഇസ് ഈക്വൽ ടു എന്ന് പറയാം, ഇസ് ഈക്വൽ ടു മ്യൂസിറോ ടൈംസ് ദി കറണ്ട് പാസിംഗ് ത്രൂ ദ സർഫസ്. ക്ലിയർ? സോ ദ ലോ ഇസ് ക്ലിയർ. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ അടുത്ത ക്ലാസ് ചെയ്യും. ഓക്കെ, അതുവരെ ബൈ.